അനുഗ്രഹമാകട്ടെ. ഇന്നത്തെ ക്ലാസ് വളരെ ഉപകാരപ്രദമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. പ്രാർത്ഥന ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു നന്ദി പ്രകടനമാണ്. ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഗ്ലോബൽ GSK സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷകരമായ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. അതിൻ്റെ 9ാം വാർഷികമായിരുന്നു ഈ ഒരു മാസം നമ്മൾ ആഘോഷിച്ചത്. അതിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് ഇന്നലെ നടന്നത്. ഇന്നലെ 2 മണിക്കൂർ ലൈവായിട്ടുള്ള പ്രോഗ്രാം നടന്നു. അതിൽ നൂറുകണക്കിന് ആൾക്കാർ അതേസമയം തന്നെ പങ്കെടുത്തു. യൂട്യൂബ് ചാനലിൽ അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്തു. ഇന്ന് ഞാൻ നോക്കുമ്പോൾ അത് ഓൾറെഡി ഒരു 700ഓളം പേര് സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസത്തിനുള്ളിൽ. അപ്പോൾ ധാരാളം പേര് ഇത് പഠിക്കുന്നുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ ഇതിൽ താല്പര്യമുള്ളവരാണെന്നുള്ളതും അറിയുന്നത് വലിയ സന്തോഷമാണ്. നമുക്കറിയുന്ന പോലെ 20ഓളം പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഞങ്ങൾ ഈ മാസം അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിൽ എൻ്റെ ഒരു വീഡിയോ 800ഓളം വ്യൂവേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് താഴെ 500, 400, 300 ആയിട്ടുള്ള എല്ലാ വീഡിയോസും വളരെയധികം ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം പേര് ഈ വിഷയം ഇത് സത്യമാണ്, ശരിയാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവരെ കൂടുതൽ നമ്മൾ ഇതിൽ നിലനിർത്താനും ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു അറിവാണ്. അതുകൊണ്ട് അവരവരുടെ സ്വന്തം ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും പ്രാക്ടീഷണേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ചും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇത് പ്രചരിപ്പിക്കപ്പെടണം. കാരണം നമുക്കൊരു ഗ്രൂപ്പുണ്ട്, മലയാളം വെബിനാർ എന്ന് പറഞ്ഞിട്ട്, GSK മലയാളം വെബിനാർ. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയം മറ്റുള്ളവരിലേക്ക് അറിയിക്കണം എന്നാഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ രോഗാവസ്ഥയിൽപ്പെടുന്നവരായിരിക്കാം. ഇവരിലേക്ക് ഇത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻ ഈ പോസ്റ്റർ ഷെയർ ചെയ്യുക. കാരണം തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ ഇതെല്ലാവരുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കാറില്ല. ഇന്നാണ് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും എത്തിക്കാനും ഈ വിഷയം പഠിക്കാൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നവരെ ഇതിലേക്ക് ക്ഷണിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഭാവിയിൽ ഇനി അങ്ങോട്ടേക്കുള്ള തിരക്കിട്ട ദിവസങ്ങൾ പോകുമ്പോൾ എല്ലാ വ്യക്തികളിലേക്കും നമ്മൾ ഈ പോസ്റ്റർ എത്തിക്കാനായിട്ട് പ്രയാസമുണ്ട്. അപ്പം നമ്മൾ ഗ്രൂപ്പിൽ എന്തായാലും ഇടും. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയുന്ന ഡോക്ടർ അനിതയുടെ യൂട്യൂബ് ചാനലിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ആക്കും കുറച്ച് ടെക്നിക്കൽ പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ദൈവത്തോട് നന്ദി പറയുന്നു, ഡോക്ടർ ഹാനിമനോട് നന്ദി പറയുന്നു, ഡോക്ടർ ഹാമറോട് നന്ദി പറയുന്നു, നമ്മുടെ എല്ലാ ഗുരുക്കന്മാരെയും ഓർത്തു തീർന്നു. അതോടൊപ്പം തന്നെ നന്ദി പറയേണ്ട ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ അനിത. അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും അറിയാവുന്ന പോലെ ബൈബിളിലൊരു വചനമുണ്ട്, വിതക്കാരൻ്റെ ഉപമ എന്നാണ് പറഞ്ഞത്. ക്രൈസ്റ്റ് പറഞ്ഞ ഒരു ഉപമയാണ്. അതായത് ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പോയി, കുറച്ച് വിത്തുകൾ റോഡ് സൈഡിൽ വീണു, വഴിയരുകത്ത്. അത് കാക്കയും മനുഷ്യൻ നടന്നു അത് നശിപ്പിച്ചു. വേറെ കുറച്ച് മുള്ളിൻ്റെ അകത്ത് വീണു. അത് മുള്ളു വലുതായതുകൊണ്ട് ഈ കിളിർത്ത് വന്നതിന് മുള്ള് കൊണ്ട് അതിനെ അടിച്ചമർത്തി, അല്ലെങ്കിൽ അത് വളരാനായിട്ട് അനുവാദിച്ചില്ല. അതുപോലെ പാറപ്പുറത്ത് കുറച്ച് വിത്തുകൾ വീണു. അത് പെട്ടെന്ന് വളർന്നു വന്നു, പക്ഷെ അതിന് വേര് പിടിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് നശിച്ചു. പക്ഷെ 100 മേനി വിളഞ്ഞ നല്ല മണ്ണിൽ വീണ കുറച്ച് വിത്തുകളുണ്ട്. അതുപോലെ നമ്മളുടെ ഈ സന്ദേശം ഇതൊരു ലോകത്തിലൊരു വിപ്ലവകരമാണ്, ഗ്രേറ്റ് റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു മെഡിക്കൽ നോളജാണ്. നോളജ് എന്ന് പറഞ്ഞാൽ പോലെ ഒരു വിസ്ഡമാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഡോക്ടർ ഹാമറിനെയും ഡോക്ടർ ഹാനിമനെയും പ്രവാചകന്മാരെന്ന് പറയും. ഡിവൈൻ നോളജ് ജനങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവരെയാണ് നമ്മൾ പ്രവാചകന്മാർ പറയുന്നത്. സോ ഐ കൺസിഡർ ദീസ് 2 legends as our prophets. ഇത്രയും ഇന്ന് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്നത്തെ ടോപ്പിക്ക് കിഡ്നി ഡിസീസസിനെ കുറിച്ചാണ്. കിഡ്നി പറയുമ്പോൾ അതിനകത്ത് യൂറിനറി ട്രാക്ട് എന്ന് നമ്മൾ ഡോക്ടേഴ്സ് പഠിച്ചിരുന്ന അതിൻ്റെ അകത്ത് മുഴുവൻ വരും. അതായത് ബ്ലാഡർ വരും, അഡ്രിനൽസ് വരും, യൂറിനറി ബ്ലാഡർ വരും, അതിൻ്റെ മസിൽസ് വരും, സ്ഫിങ്ക്റ്റേഴ്സ് വരും.
ഇതെല്ലാം നമ്മൾ പഠിച്ചതുപോലെ അല്ല GNM-ൽ പഠിക്കുന്ന അല്ലെ GHK-യിൽ പഠിക്കുന്നത്. നിങ്ങൾ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനിയും ധാരാളം വിഷയങ്ങൾ നമ്മൾ ടേക്കപ്പ് ചെയ്യാനുണ്ട്. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും വളരെ വിദഗ്ധരായ പഠിതാക്കളും വിദഗ്ധരായ ചികിത്സകരെന്ന് പറയുന്ന മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നവർ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് അവരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള അറിവാണ് ഇവിടെ നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ സാധാരണ പറയുന്ന ഒരു വാചകമുണ്ട്, അവൻ്റെ കിഡ്നി അടിച്ചുപോയി, അല്ല കിഡ്നി രോഗം വന്നു എന്ന് പറഞ്ഞാൽ എന്തോ പുറത്തുനിന്ന് വരുന്ന പോലെ ഒന്നുമില്ല, എല്ലാം ഉള്ളിൽ നിന്നാണെന്ന് നിങ്ങൾ ഇതിനോട് മനസ്സിലാക്കി കാണും. നമ്മൾ ഒരു വിക്ടിം അല്ല, അറ്റാക്ക് ബൈ സമ്മൺ, പുറത്തുനിന്ന് നമ്മളെ കയറി ആക്രമിക്കുന്ന ഒരു പ്രതിഭാസമല്ല ഏത് രോഗവും. അതുപോലെ തന്നെ ഇന്നത്തെ വിഷയമായ കിഡ്നി രോഗത്തിലേക്ക്. അപ്പോൾ കിഡ്നി സംബന്ധമായിട്ട് നമ്മൾ പഠിക്കുന്നതിൻ്റെ അകത്ത് 3 പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് കിഡ്നി എന്ന് പറയുന്ന അവയവം, പിന്നെ യൂറിനറി ബ്ലാഡർ, പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ പഠിച്ചു പോകണം, കാരണം പിന്നെ നമുക്ക് വേറെ പഠിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് അഡ്രിനൽസ് എന്ന് പറയുന്ന അഡ്രിനൽ കോർട്ടെക്സും അഡ്രിനൽ മെഡുലയും, ഇങ്ങനെ പ്രധാനപ്പെട്ട കുറേ അവയവങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വളരെ വളരെ നീണ്ട ഒരു ചാപ്റ്ററാണ് അത്. ഞാൻ ഇന്ന് 1 മണിക്കൂറിന് തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ശ്രവിക്കുക, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഹോമിയോപ്പതിയിൽ നിന്ന് വ്യത്യസ്തമായി, കൺവെൻഷണൽ മെഡിക്കൽ സയൻസിൽ നിന്ന് വ്യത്യസ്തമായി ഡോക്ടർ ഹാമറാണ് പറഞ്ഞത്, നമ്മൾ ഒരു സിസ്റ്റത്തിനെ അല്ല പഠിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി സിസ്റ്റം, യൂറിനറി സിസ്റ്റം, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ലോക്കോമോട്ടർ സിസ്റ്റം, ഇങ്ങനെയല്ല പഠിക്കേണ്ടത്. ഓരോ ഓർഗൻ ഒറിജിൻ അല്ലെങ്കിൽ ജെർമിനൽ ലെയേഴ്സ്, എംബ്രിയോളജിക്കൽ ഒറിജിൻ ഓഫ് ഈച്ച് ഓർഗൻ ആൻഡ് ടിഷ്യൂസ് ആൻഡ് സെൽസ്, ഇത് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹവും ഇങ്ങനെ കിഡ്നി ഡിസീസും അത് കഴിഞ്ഞ് റെസ്പിറേറ്ററി അങ്ങനെ തന്നെയാണ് പോയിരിക്കുന്നത്, ലങ്സും ഒക്കെ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ കണ്ടെത്തണം. അതായത് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇതിനെ നമുക്കൊരു 3-4 വിഷയങ്ങളിലേക്ക് എടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി എന്ന് പറഞ്ഞാൽ വെള്ളവുമായിട്ട് ചേർത്ത് സങ്കല്പിക്കും. വെള്ളം, നമ്മൾ എംബ്രിയോളജിയിൽ അല്ലെങ്കിൽ എവല്യൂഷനിൽ നമുക്കറിയുന്നത് നമ്മുടെ ജന്മം തുടങ്ങിയത് വെള്ളത്തിൽ നിന്നാണ്, സമുദ്രത്തിൽ നിന്നാണെന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് സമുദ്രത്തിലെ വെള്ളത്തിൻ്റെ അതേ ഡെൻസിറ്റിയിൽ അല്ലെ അതേ പ്രൊപ്പോർഷനിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ബോഡി ഫ്ലൂയിഡ്സിലും ഈ സോൾട്ട്, സലൈൻ ഉള്ളതിൻ്റെ കാരണമൊക്കെ നമ്മളങ്ങനെ എവല്യൂഷനെ യാഥാർത്ഥ്യമായിട്ട് പഠിക്കുന്നു. മറ്റൊന്ന് ബ്ലാഡർ, യൂറിറ്റേഴ്സ്, യൂറിനറി ട്രാക്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക യൂറിത്ര, ഇത്രയും അവയവങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ബ്ലാഡർ, മ്യൂക്കോസ, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഒരു ടെറിട്ടറി ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. എവല്യൂഷനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ അറിയാം, വാട്ടർ ഇൻ ദി ബിഗിനിങ്, ഓൾഡൻ ടൈം. അതുകൊണ്ട് ഓൾഡ് ബ്രെയിൻ ആണ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ അതിനുശേഷം ഭൂമിയിലേക്ക് വന്നു അല്ലെങ്കിൽ ലാൻഡിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്ലാഡറിൻ്റെ ഫങ്ഷൻസ് ഒക്കെ അവിടെയാണ് ഉണ്ടായത്. അപ്പോൾ എന്താണ്, അതിൽ ടെറിട്ടറി ബിക്കെയിം ഇമ്പോർട്ടൻറ്റ്. ഇത് എവല്യൂഷൻ്റെയും എംബ്രിയോളജിയുടെ ഒക്കെ ഭാഗമായിട്ടാണ് പഠിക്കേണ്ടത്. പിന്നെ അടുത്തത് നമ്മൾ ടെറിട്ടറി കഴിഞ്ഞ് പിന്നെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ചില കോൺഫ്ലിക്ട്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളിൽ നമുക്ക് ഈ ബയോളജിക്കൽ ലോജിക് ഓഫ് യൂറിനറി സിസ്റ്റം അല്ലെങ്കിൽ യൂറിനറി ഡിസീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ വിചാരിക്കാന്ന് വെച്ചാൽ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ഇന്ന് പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കുറച്ച് പടങ്ങൾ നമ്മുടെ learninggmm.com കാരോളിൻ മക്കോലിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ പല ക്ലാസ്സുകളിലും പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ക്ലാസ് കൂടുമ്പോൾ തന്നെ നിങ്ങളുടെ ഗാഡ്ജറ്റിൽ, മൊബൈലാണോ ലാപ്ടോപ്പാണോ ഡെസ്ക്ടോപ്പാണോ, അതിൻ്റെ അത് നിങ്ങൾക്ക് ഈ പടം കാണണം. പക്ഷെ അത് പലരും കാണുന്നില്ലെന്നും ഇത് വായുവിലൂടെ പോകുന്ന ഒരു പ്രസംഗം പോലെ ആയി പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പടങ്ങൾ കോപ്പി ചെയ്ത് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പടം, അതായത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്സ് പഠിക്കുക. ഈ പടം മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. നിങ്ങളുടെ കൺമുമ്പിൽ എന്ന് പറയാൻ പറ്റില്ല, കണ്ണടച്ചാലും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഈ കളറുകൾ നിങ്ങൾ മനസ്സിലാക്കണം, എങ്കിൽ നിങ്ങൾക്ക് കിഡ്നി ഡിസീസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ കിഡ്നി ഡിസീസ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓർഗൻ എന്ന് പറയാം, അല്ലെങ്കിൽ ടിഷ്യൂ എന്ന് പറയാം, അത് കിഡ്നി കളക്റ്റിംഗ് ട്യൂബ്യൂൾസ് ആണ്. ഞാനിത് പറയുമ്പോഴേ ഓർക്കണം, ഒരു ദിവസം കൊണ്ട് അല്ലെ 1 മണിക്കൂർ കൊണ്ട് കിഡ്നി ഡിസീസ് മുഴുവൻ പഠിപ്പിക്കാമെന്നൊന്നും ഞാൻ പ്രോമിസ് ചെയ്യുന്നില്ല. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, ഇത് പഠിക്കാനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇതിൻ്റെ താല്പര്യം ജനിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വീണ്ടും ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ മഞ്ഞ നിറം, ഈ ചുവന്ന നിറം, ഈ ഒരു ഓറഞ്ച് നിറം, അതായത്
ആ സെൻട്രൽ കാണുന്ന റീനൽ പെൽവിസ് എന്ന് എഴുതിയിരിക്കുന്നത് ചുമന്ന നിറമാണ്. മഞ്ഞ നിറത്തിലുള്ളതാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഇവിടെ ഹെഡിങ് എഴുതിയിരിക്കുന്നത് കിഡ്നി കളക്ടിങ് ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞ് മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിലാണ് എഴുതി. അപ്പൊ മഞ്ഞ എന്ന് പറയുന്നത് എന്താണെന്ന് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് എ ടിഷ്യൂ വിച്ച് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഒറിജിൻ ഫ്രം എൻഡോഡേം. അപ്പോൾ എൻഡോഡേമിൽ നിന്ന് ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് എന്ന് പറയും. അപ്പോൾ കിഡ്നിയിൽ തന്നെ ഒരൊറ്റ നോട്ടത്തിന് നമുക്ക് മനസ്സിലാകും 3 ജെർമിനൽ ലേയേഴ്സിൽ നിന്നുള്ള ഒറിജിനേറ്റ് ചെയ്ത ടിഷ്യൂ ഉണ്ടെന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. അതായത് ഒരു ടിഷ്യൂ ഒരു എംബ്രിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു ലെയറിൽ നിന്ന് മാത്രമല്ല വന്നിരിക്കുന്നത്. ഇവിടെ ആ മഞ്ഞ നിറം കാണുന്നത് എൻഡോഡേം ഡിറൈവേറ്റീവ് ആണ്. ആ ഓറഞ്ച് നിറം കാണുന്നത് അതിനെ നമ്മൾ കോർട്ടെക്സ് അല്ല, പാരൻകൈമ എന്ന് പറയും. റീനൽ പാരൻകൈമ അല്ലെ കിഡ്നി പാരൻകൈമ എന്ന് പറയും. നടുക്കുള്ള ചുമന്ന ഭാഗത്ത് നമ്മൾ റീനൽ പെൽവിസ് എന്ന് പറയും. കിഡ്നി കാലിസസ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു ഫിൽറ്റർ ലൈക്ക് ഷേപ്പ് ഉണ്ട്. യൂറിൻ ഫ്രം ദി ഫിൽറ്ററിങ്, അതായത് കിഡ്നി കളക്ടിങ് ട്യൂബ്യൂൾസ്, യൂറിൻ ഫിൽറ്റർ ചെയ്ത് അതിലേക്ക് നമ്മൾ പോവുകയാണ്. എന്നിട്ടാണ് അത് യൂറിറ്ററിലൂടെ ബ്ലാഡറിലേക്ക് കളക്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ടിഷ്യൂ ദാറ്റ് ഈസ് കിഡ്നി കളക്ടിങ് ട്യൂബ്യൂൾസ്. ഞാൻ പറഞ്ഞു അത് എൻഡോഡേം ഡിറൈവേറ്റീവ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ ഭാഗം എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെം ആണ് ബ്രെയിനിന്റെ ഏറ്റവും കാതൽ എന്ന് വേണമെങ്കിൽ പറയാം, ഏറ്റവും സെൻട്രലുള്ള. അതുകൊണ്ടാണ് പ്രൊക്രിയേഷനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 സാധനങ്ങൾ യൂട്രസിനെ കൺട്രോൾ ചെയ്യുന്നതും പ്രോസ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള അവയവം ഏറ്റവും കേന്ദ്രത്തിൽ വെച്ചിരിക്കും. ബാക്കി എല്ലാം ഡാമേജ് ആയാലും ഡാമേജ് ആവാതിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച റിങ്, ഒരു മാലയുടെ ഷേപ്പിലുള്ളതെല്ലാം അതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തത്. അതായത് വായ മുതൽ ബ്ലാഡർ, റെക്റ്റം എല്ലാം വരെ ഒരു റിങ് ഷേപ്പിലാണ് പോകുന്നത്. അപ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് പോകുക. നമ്മളത് പഠിക്കേണ്ടത്. മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക് അങ്ങനെ പോകും. അപ്പോൾ ഈ റിങ്ങിൻ്റെ ഏതാണ്ട് അടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഈ റിങ് പോലെയുള്ള കേന്ദ്രങ്ങളുടെ അടുത്ത് തന്നെയാണ് നിങ്ങൾ കാണുന്ന കോൺസെൻട്രിക് സർക്കിൾസ്. അതാണ് നമ്മുടെ ബ്രെയിൻ കൺട്രോളിങ് സെൻറ്റർ ഓഫ് വാട്ട് ഓഫ് ദി കളക്ടിങ് ട്യൂബ്യൂൾസ്, കിഡ്നി കളക്ടിങ് ട്യൂബ്യൂൾസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിലാണുള്ളതെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഒരു നമ്മൾ പോൺസിൻ്റെ ഒക്കെ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ അറിയാം. ഫ്രണ്ടിലേക്ക് ലേശം പ്രൊട്രൂഡഡ് ആണ്. ആ പ്രൊട്രൂഡഡ് ആയിട്ടുള്ള സ്ഥലത്താണ് കിഡ്നിയുടെ കൺട്രോളിങ് സെൻറ്റർ ആയിട്ടുള്ള കിഡ്നി കളക്ടിങ് ട്യൂബ്യൂൾസ് സെൻറ്റർ. ഞാൻ വീണ്ടും പറയുന്നു, 3 ടിഷ്യൂസ് ഉണ്ട്. അത് മൂന്ന് സ്ഥലത്തു നിന്നാണ് ബ്രെയിനിൻ്റെ കൺട്രോളിങ് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് ഞാൻ വളരെ ചുരുക്കിയായിട്ട് സൂചിപ്പിക്കുകയാണ്. പിന്നീട് നമുക്ക് വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കണം. അതിനാണ് നമ്മൾ പറയുന്നത് വാട്ടർ ഡെപ്രൈവേഷൻ. അപ്പം ഞാൻ പറഞ്ഞത് ആദ്യമേ ഉള്ള നമ്മുടെ എവല്യൂഷനിൽ നമ്മൾ വെള്ളത്തിൽ ജനിച്ചതാണ്. പക്ഷെ വെള്ളത്തിലായിരിക്കുമ്പോൾ തന്നെ വെള്ളമില്ലാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതിനെ ടിപ്പിക്കലായിട്ട് പറയും ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്നാണ്. വെള്ളത്തിൽ തന്നെയാണ്, പക്ഷെ വെള്ളം ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ വെള്ളം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ കരയ്ക്ക് അടിച്ച് ഇട്ട ഒരു മത്സ്യത്തിന്റെ അവസ്ഥ. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. വാട്ടറിലാണ് നമ്മുടെ കുടുംബങ്ങളും ഹേർഡ് എല്ലാം ഉള്ളത്. പക്ഷെ ഞാൻ മാത്രം ഇൻഡിവിജ്വൽ കരയിലേക്ക് അടിച്ചിട്ടിരിക്കുന്നു. അപ്പൊ സാഹചര്യങ്ങൾ മൂലം ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് കിഡ്നിയുടെ കളക്ടിങ് ട്യൂബ്യൂൾസ് അഫക്റ്റഡ് ആകുന്നത് എന്ന് ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക. കൂടുതൽ വിശദമായിട്ട് നമുക്ക് പുറകോട്ട് പോകാം. ഇനി കിഡ്നി പാരൻകൈമ എന്ന് പറയുന്നത്, അതായത് ബൾക്ക് ഓഫ് ദി കിഡ്നി. നമ്മൾ മൊത്തത്തിലെ കിഡ്നിയെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തിൻ്റെയോ അല്ലെങ്കിൽ മനുഷ്യൻ പിടിക്കുവാണെങ്കിൽ, അതിൻ്റെ ബൾക്ക് ഈസ് constituted by the parenchyma എന്ന് പറയും. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പറയാം ബൾക്ക് ഓഫ് ദി കിഡ്നി എന്ന് പറയും. അതാണ് ആ ഓറഞ്ച് ഷേപ്പിലുള്ളത്. നിങ്ങൾക്ക് ആ പടത്തിൽ നിന്ന് കാണാൻ പറ്റും. അതാണ് കിഡ്നിയുടെ മേജർ ബൾക്ക് അല്ലെങ്കിൽ മേജർ ചങ്ക് ഓഫ് ദിസ് ഓർഗൻ. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്ന പാരൻകൈമ. അവിടെയാണ് ഗ്ലോമറുലസിന്റെ ബാക്കി ഭാഗം, അതായത് കളക്ടിങ് ട്യൂബ്യൂൾസ് ഒഴിച്ച് ബാക്കി ഭാഗത്തിന്റെ ആ ഗ്ലോമറുലസ് അല്ലെങ്കിൽ ഓരോ ഫിൽറ്ററിങ് സെൽസ് യൂണിറ്റ്സ് അതിന്റെ ബൾക്ക് ഇപ്പുറത്താണ്. അതുകൊണ്ടാണ് അതിന് ഓറഞ്ച് കളർ കൊടുത്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ പാരൻകൈമ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആ കളർ കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതിന് താഴെ കിഡ്നി പാരൻകൈമ എന്ന് എഴുതിയിരിക്കുന്നതിന്റെ താഴെ സെറിബ്രൽ മെഡുല്ല, അതിന്റെ സെറിബ്രത്തിന്റെ നടുക്കൂടെ ഒരു വട്ടത്തിലുള്ള സ്ഥലത്താണ് സെറിബ്രൽ മെഡുല്ല എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്താണ് മൊത്തത്തിൽ ഈ പറയുന്ന പാരൻകൈമ ഓഫ് ദി കിഡ്നി കൺട്രോൾ ചെയ്യുന്ന ഭാഗം. അപ്പോൾ സെറിബ്രൽ മെഡുല്ല
അത് നിങ്ങൾ മനസ്സിലാക്കണം. സെറിബ്രം, ബൾക്ക് ഓഫ് ദി ബ്രെയിൻ, അതിൻ്റെ കേന്ദ്രത്തിലുള്ള ഭാഗം, അല്ലെങ്കിൽ വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് വൈറ്റ് മാറ്റർ, അതാണ് നമ്മുടെ സെറിബ്രൽ മെഡുല്ല. ഇവിടെയും വാട്ടറുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷേ നമ്മൾ അന്നേരത്തേക്കും എവല്യൂഷനിൽ നമ്മൾ കരക്കേക്ക് കയറി വരുമ്പോൾ പിന്നെ വെള്ളം കിട്ടാത്തതല്ല, വെള്ളം കൂടുതൽ വരുമോ എന്നുള്ള ഭയമാണ്. അതിനാണ് നമ്മൾ വാട്ടർ കോൺഫ്ലിക്റ്റ് അല്ലെ വാട്ടർ ഡേഞ്ചർ, ഫ്ലൂയിഡ് ഡേഞ്ചർ എന്നൊക്കെ പറയും. അത് വിശദമായിട്ട് നമുക്ക് പിന്നെ പറയാം. കാരണം കരയിലേക്ക് വരുമ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുമോ, അല്ലെങ്കിൽ വെള്ളം എടുത്തുകൊണ്ട് പോകുമോ എൻ്റെ ജീവിതം എന്നൊക്കെയുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഈ പറയുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ്. അത് സെക്കൻഡ് ലോ, ബയോളജിക്കൽ ലോ പഠിച്ചവർക്ക് അറിയാം. അത് സെറിബ്രൽ മെഡുല്ല ആയതുകൊണ്ട്, അത് ന്യൂ ബ്രെയിനിന്റെ ഭാഗമായതുകൊണ്ട്, ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി ഡിസ്ട്രക്ഷൻ ആൻഡ് ഡ്യൂറിങ് ഹീലിംഗ് ദർ വിൽ ബി റിപ്പയറിംഗ് ഓർ ഇൻക്രീസ് ഓഫ് ദി സൈസ്. ഇത് നമ്മൾ ഫണ്ടമെന്റൽ ആണ്, ഇത് എപ്പോഴും പറയുന്നില്ല ഞാൻ, നിങ്ങൾ ഇത് പഠിച്ചേ തീരും. ഇനി നമ്മൾ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാം പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രാക്ടിക്കലി വളരെയധികം ഉപയോഗപ്രദമാകുന്ന ഒരു ഭാഗമാണ് കിഡ്നിയുടെ റീനൽ പെൽവിസ്. നിങ്ങൾ റെഡ് കളറിൽ കാണുന്നതാണ് റീനൽ പെൽവിസ്, അതായത് കാലിസസ് ഓഫ് ദി കിഡ്നി എന്ന് പറയാം. അതായത് ഫിൽട്രേഷൻ ഗ്ലോമറുലസിൽ നിന്നും ബ്ലഡിലുള്ള വാട്ടറിനെ ഫിൽട്ടർ ചെയ്ത് കളക്റ്റിംഗ് ട്യൂബ്യൂൾസിലൂടെ നമ്മൾ റീനൽ പെൽവിസിലേക്ക് ഇടുന്നു. അവിടെ മുതൽ റീനൽ പെൽവിസിന്റെ മ്യൂക്കോസായും, യൂറിറ്റിന്റെ മ്യൂക്കോസായും, ബ്ലാഡറിന്റെ മ്യൂക്കോസായും, യൂറിത്രയുടെ മ്യൂക്കോസായും, മ്യൂക്കസ് മെമ്പറൈൻ, ഇതെല്ലാം നിങ്ങൾക്ക് റെഡിലാണ് ഇനി അങ്ങോട്ടേ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം എക്ടോഡെം ഡിറൈവ്ഡ് ആണ്. നമ്മൾ വീണ്ടും അതൊന്നും പറയാൻ സമയമില്ല. 4 ആയിട്ട് നമ്മുടെ ജർമ്മൻ ലെയറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എൻഡോഡെം, സെറിബെല്ലം കൺട്രോൾഡ് ആയിട്ടുള്ള, അല്ലെ സെറിബെല്ലം കൺട്രോൾ ചെയ്യുന്ന ഓൾഡ് മീസോഡെം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത ന്യൂ മീസോഡെം, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂ എക്ടോഡെം. അപ്പോൾ ഈ എക്ടോഡെം കൺട്രോൾഡ് ബൈ ദി സെറിബ്രൽ കോർട്ടെക്സ്. ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് വളരെ അധികം ഉപയോഗപ്പെടുത്തുന്ന ഒരു രോഗം, അതായത് കിഡ്നി ഇൻഫെക്ഷൻ എന്ന് പറയുക, കിഡ്നി ഇൻഫെക്ഷൻ അല്ല, സോറി, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, UTI എന്നൊക്കെ വളരെ കോമൺ ആയിട്ട് മൂത്രക്കടച്ചിൽ എന്ന് മലബാറിലും മൂത്രച്ചുടിച്ചിൽ എന്ന് തെക്കോട്ടും പറയുന്ന ആ ഒരു കോമൺ ആയിട്ടുള്ള അവസ്ഥ. ഇത് ഈ ഭാഗത്തിൻ്റെ രോഗാവസ്ഥ എന്ന് പറയത്തില്ല, ഇതെല്ലാം ഡിഫൻസ് മെക്കാനിസം ആണുകൊണ്ട് ഞങ്ങൾ GSKയിൽ രോഗം എന്ന് പറയാറുള്ളത്. കാരണം രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവാണ്. ഇവിടെ ഒന്നും നെഗറ്റീവ് ഇല്ല. പ്രകൃതി മാതാവായ മദർ നേച്ചർ, എവറിത്തിങ് ഈസ് ഡൺ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി ഇറ്റ്സ് ക്രീച്ചേഴ്സ്. അപ്പൊ ഇതിന്റെ കോൺഫ്ലിക്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. ടെറിട്ടോറിയൽ മാർക്കിംഗ് കോൺഫ്ലിക്റ്റ്. ടെറിട്ടോറിയൽ എന്ന് പറയുമ്പോൾ ഒരു ബ്രാക്കറ്റിൽ നമുക്കൊരു മെയിൽ ടെറിട്ടോറിയൽ എന്ന് പറയാം. കാരണം ഇത് കൂടുതലും ആണുങ്ങൾ എന്ന് പറയും, പെണ്ണുങ്ങളും ചിലപ്പോൾ ആണുങ്ങളാകും. ഇതൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഹോർമോൺസിൽ വൈസായിട്ട് അവരും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൂടുതൽ വരുന്നത് അവരുടെ ടെറിട്ടറി അഫക്റ്റഡ് ആകുമ്പോഴാണ്. അതായത് അവരുടെ ഈസ്ട്രജൻ കുറയുകയും അവരുടെ ആൻഡ്രോജൻസ് അല്ലെങ്കിൽ മെയിൽ ഹോർമോൺസ് പ്രോമിനന്റ് ആവുകയും ചെയ്യുന്ന അവസരത്തിൽ ദേ ആർ ഓൾസോ മെയിൽ ടെറിട്ടോറിയൽ മാർക്കിംഗ് കോൺഫ്ലിക്റ്റ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ബ്ലാഡറിന്റെ നടുക്ക് ഒരു മഞ്ഞ നിറവുമുണ്ട്. ബ്ലാഡർ മൊത്തത്തിൽ പറയാൻ പറ്റില്ല. ഇതാണ് ബ്ലാഡർ, ട്രൈഗോൺ എന്ന് പറയുന്നത്. അതിന് മഞ്ഞ നിറമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മുഴുവൻ ബ്ലാഡറിന്റെയും നടുക്കുള്ള ആ ഒരു ത്രികോണാകൃതിയുള്ള ആ ഭാഗം, അതിന്റെ രണ്ടറ്റത്താണ് യൂറിറ്റേഴ്സ് മുകളിൽ നിന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ മഞ്ഞ നിറത്തിലുള്ള ഭാഗം വീണ്ടും മഞ്ഞ നിറമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എൻഡോഡെൻ ഡിറൈവേറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ സ്റ്റെം കൺട്രോൾഡ് ആണ്. അതാണ് അതിന്റെ പ്രത്യേകത. ട്രൈഗോൺ അത് എൻഡോഡെൻ ഡെറിവേറ്റീവ് ആണ്. ബ്രെയിൻ സ്റ്റെം കൺട്രോൾഡ് ആയത് അവിടെ ഈ നമ്മുടെ ഡിസ്ചാർജസ് അല്ലെങ്കിൽ ഏനസ്, റെക്റ്റം, സിഗ്മോയിഡ് കോളൻ, ഇവിടെയൊക്കെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് അവിടെയും പ്രധാനമായിട്ട് വരുന്നത്. അതാണ് ആ മഞ്ഞ നിറം ഇങ്ങനെ ഇവിടെയും തൊട്ടടുത്ത് വരുന്ന രക്തത്തിലും ഒക്കെ ഉള്ളതിൻ്റെ ആ മഞ്ഞ നിറത്തിന്റെ കാരണം അതാണ്. അപ്പൊ അതെന്താണ്? ഡർട്ടി കോൺഫ്ലിക്റ്റ് ഒക്കെ ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഒരു വൃത്തികെട്ട സംഘർഷം, പുറത്തു പറയാൻ കൊള്ളത്തില്ലാത്ത ഒരു സംഘർഷം, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു ഇൻഡൈജസ്റ്റബിൾ മോർസൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല, അവനെന്താ അങ്ങനെ ചെയ്തത്, അവളെന്താ അങ്ങനെ പറഞ്ഞത്, അവരെന്താ അങ്ങനെ എന്നോട് ചെയ്തത് എന്നൊക്കെ ഉള്ള, അത് വളരെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ഒരു സംഘർഷമായിട്ട് വരുമ്പോഴാണ് അതിനൊരു വൃത്തികെട്ട സംഘർഷം. അത് പുറത്തു പറയാൻ കൊള്ളുന്ന ഒരു ഡീസൻ്റ് ആയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമല്ല, അത് അല്പം ഒരു വൃത്തികെട്ട സംഘർഷമാണെന്നുള്ളതാണ്. ഇനി നമുക്ക് ബ്ലാഡർ മ്യൂക്കോസായെ കുറിച്ച് പറയുമ്പോൾ
ഇതാണ് ബ്ലാഡർ മ്യൂക്കോസ. നേരത്തെ മഞ്ഞ നിറത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ഇവിടെ ചുമന്ന നിറത്തിലേക്ക് വീണ്ടും ശ്രദ്ധിക്കുക. അപ്പം ബ്ലാഡർ മ്യൂക്കോസ അതിൻ്റെ അകത്ത് തന്നെ അത് കണ്ടിന്യൂ ചെയ്യുവാണ് യൂറിത്രയായിട്ട്, മൂത്ര നാളിയിലേക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. അതിനെ അറിയാം, ഈ ചുമന്ന നിറം വരുമ്പോൾ തന്നെ ഓർത്തോണം അത് എക്ടോഡേം ഡിറൈവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ സെറിബ്രൽ കോർട്ടെക്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അത് മാർക്കിംഗ് കോൺഫ്ലിക്റ്റ് തന്നെയാണ്. അതായത് യൂറിറ്റർ കാലിക്സ് അല്ലെങ്കിൽ റീനൽ പെൽവിസ്, യൂറിറ്റർ, ബ്ലാഡർ മ്യൂക്കോസ, യൂറിത്ര, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് മാർക്കിംഗ് കോൺഫ്ലിക്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ബൗണ്ടറി കോൺഫ്ലിക്റ്റ്. അപ്പോൾ നമ്മുടെ ടെറിട്ടറി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആകുന്ന ഒരു സ്റ്റേജിലേക്ക്, അതായത് നമ്മുടെ എവല്യൂഷൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ, ലേറ്റസ്റ്റ് സ്റ്റേജിൽ ആണ് നമ്മൾ ടെറിട്ടറി ഇമ്പോർട്ടൻ്റ് ആകുന്നതും നമ്മുടെ സർവൈവൽ ഇമ്പോർട്ടൻ്റ് ആകുന്നതും ഒക്കെ. ഇനി ബ്ലാഡർ മസിലിലേക്ക് പോകുമ്പോഴും അതും കൂടെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ബ്ലാഡർ മസിലിൽ അത് തന്നെയാണ് ഈ സ്ഫിങ്ക്റ്ററുകളായിട്ട്, എക്സ്റ്റേണൽ സ്ഫിങ്ക്റ്ററുകളായിട്ട് മാറുന്നത്. എക്സ്റ്റേണൽ സ്ഫിങ്ക്റ്ററാണ് നമ്മുടെ മൂത്രം, ബ്ലാഡർ നിറഞ്ഞാലും മൂത്രം വന്നാൽ പോലും നമുക്ക് കുറച്ച് നേരത്തേക്കൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കൺട്രോൾ കൊടുക്കുന്നതാണ് എക്സ്റ്റേണൽ സ്ഫിങ്ക്റ്റർ. അതുപോലെ ഒരു ഇന്റേണൽ സ്ഫിങ്ക്റ്റർ ഉണ്ട്, അത് നമ്മൾ പഠിക്കാം. അത് മ്യൂക്കസ് മെമ്പറൈനിൽ തന്നെ ഡിറൈവ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ബ്ലാഡർ മസിലും എക്സ്റ്റേണൽ സ്ഫിങ്ക്റ്ററും അത് ന്യൂ മെസോഡേം ഒറിജിനാണ്. അതുകൊണ്ട് അതിനാണ് അവർ ഓറഞ്ച് കളർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കോൺഫ്ലിക്റ്റുകളെല്ലാം സെക്കൻഡ് ബയോളജിക്കൽ ലോ അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. അത് നിങ്ങൾ മനസ്സിലാക്കിയേക്കണം. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ മെഡുല്ലയാണ്. അത് മോട്ടോർ കോർട്ടെക്സ്, ബിക്കോസ് അതിനൊരു മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നമുക്കത് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ യൂറിൻ പോകാതെ നമുക്ക് പിടിച്ചു നിൽക്കാം. നമ്മൾ വീട്ടിൽ കയറി വന്നു, ഗേറ്റ് തുറന്നു, കാറിൽ നിന്ന് ഇറങ്ങി, നമ്മൾ ഗേറ്റ് തുറന്നു, ഡോറ് തുറന്നു, പക്ഷെ ടോയ്ലറ്റിന്റെ റൂം തുറക്കണം, അതുവരെയും നമുക്ക് പിടിച്ചു നിൽക്കണം. ബ്ലാഡർ നിറഞ്ഞിട്ടാണല്ലോ, പക്ഷെ അതുവരെ പിടിച്ചു നിൽക്കാണ്ട് നമ്മുടെ മൈൻഡ് ഇൻവോൾവ് ആവുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിനാണ് നമ്മൾ ഒരു വോളണ്ടറി മസിൽസിൻ്റെ നേച്ചറിനോ അല്ലെങ്കിൽ ബ്ലാഡർ മസിൽസിൻ്റെ അകത്ത് എക്സ്റ്റേണൽ ബ്ലാഡർ, അതുകൊണ്ടാണ് ആ ഒരു സ്ട്രൈറ്റഡ് അപ്പിയറൻസ് കൊടുത്തിരിക്കുന്നത്. എല്ലാ മസിൽസ് ഫൈബേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അഡ്രിനൽ ഗ്ലാൻഡിനെ കുറിച്ചും കൂടെ കുറച്ച് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് ബാക്കി കാര്യങ്ങളും അതിൻ്റെ കോൺഫ്ലിക്റ്റുകളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഇത് അഡ്രിനൽ മെഡുല്ല, ആ പടം കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം കിഡ്നിയുടെ മുകളിലുള്ള ആ ഒരു അവയവമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പല കാര്യങ്ങൾക്കും. അത് മഞ്ഞ നിറം എന്ന് പറയുന്ന മെഡുല്ലയാണ്. ഓറഞ്ച് കളർ അതിൻ്റെ കോർട്ടെക്സ് ആണ്. ഇതിൻ്റെ കോർട്ടെക്സിന് അതിൻ്റെ കളർ കൊണ്ട് തന്നെ ന്യൂ മെസോഡേമിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെറിബ്രൽ മെഡുല്ലയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിനെ നമുക്ക് എക്സിസ്റ്റൻഷ്യൽ, എല്ലാ സെറിബ്രൽ മെഡുല്ല കൺട്രോൾഡ് മീസോഡൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള എല്ലാ ടിഷ്യൂസിനും സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് നിങ്ങൾ മറന്നേക്കരുത്. അപ്പോൾ ഇവിടെയും ഒരു സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇത് നമ്മൾ വളരെ പ്രത്യേകിച്ച് പറയുമ്പോൾ അഡ്രിനൽ മെഡുല്ല, ആ കളർ ഓർക്കുക. ഈ പടത്തിന്റെ കളറുകൾ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം GSK ലേണിംഗിൽ അഡ്വാൻസ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓരോ ടിഷ്യൂ ഞാനങ്ങനെ പ്ലാൻ ചെയ്യുവാണ്, എന്തോരം നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓരോ ഉപയോഗം പഠിക്കുമ്പോൾ ഈ പിക്ചറുകൾ, കാരണം ഇതെല്ലാം എനിക്ക് തോന്നുന്നു എത്ര പ്രാവശ്യമെന്ന് എനിക്കറിയത്തില്ല, ഒരു 10-25 പ്രാവശ്യം ഞാനത് വായിച്ചു പോയിട്ടുള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഏതാണ്ടൊക്കെ പൂർണ്ണമായിട്ടും അതിൻ്റെ കളറിൽ തന്നെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത്. ഒരു ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല. ഇന്നും പുതിയതായിട്ട് വന്നവരുണ്ട് എന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. അങ്ങനെയുള്ളവർക്കൊന്നും പെട്ടെന്ന് അങ്ങ് കിട്ടത്തില്ല. പക്ഷെ നിങ്ങളിൽ ഇത് പഠിക്കണം എന്നുള്ളൊരു താല്പര്യം ജനിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചു എങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. അത്രയും എനിക്ക് പറയുകയാണ്. ഇപ്പോൾ മെഡുല്ല എന്ന് പറയുന്നത് എൻഡോഡേൻ, അതിൻ്റെ മഞ്ഞ നിറം പറഞ്ഞല്ലോ, എൻഡോഡേൻ ഡിറൈവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ആണ്. ഇത് നിങ്ങൾക്ക് അവിടെ കാണാം. 2 സ്ഥലത്തും 2 കോൺസെൻട്രിക് സർക്കിൾസ് ഉള്ള ഓരോ കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങൾ ഇവിടെ, ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രം ദി എൻഡോഡേൻ ഡിറൈവ്ഡ്, ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ആയതുകൊണ്ട് ഈ ലാറ്ററാലിറ്റി ഇല്ല. എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കൺട്രോളിങ് ദി റൈറ്റ് സൈഡ് ഓഫ് ദി ടിഷ്യൂ, റൈറ്റ് ബ്രെയിൻ കൺട്രോളിങ് ദി ലെഫ്റ്റ് സൈഡ്, ഇതില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് എൻഡോഡേൻ ഡിറൈവ്ഡ് ആയിരുന്നു. ഇത്രയും ഞാൻ ഒരു പ്രിവ്യൂ, അല്ല എന്താ പറയുക, ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ വളരെ വളരെ എളുപ്പമാണ് ഇനി അങ്ങോട്ടേക്കുള്ള കാര്യം. അപ്പം നമ്മൾ ആദ്യത്തെ വിഷയത്തിലേക്ക് കുറച്ച് വിശദമായിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. കിഡ്നി കളക്ടിങ് ട്യൂബ്യൂൾസ്. സോ ആ ഒരു ഓവർവ്യൂ ഞാൻ പറഞ്ഞത് ഒരു 5-10 മിനിറ്റ് എടുത്തു. അത്രയും പ്ലാൻ ഇല്ലായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് തീർക്കാനായിരുന്നു പ്ലാൻ. കുറച്ച് നീണ്ടുപോയി, കാരണം അത്ര വിശാലമാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ കുറച്ച് സ്പീഡിൽ പോയാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും ബേജാറാവേണ്ട. ഇത് കംപ്ലീറ്റ് learninggmm.com എന്ന് പറയുന്ന വെബ്സൈറ്റിലുണ്ട്. നിങ്ങളത് പഠിച്ചേ തീരൂ. നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവം ക്ഷമിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.
കാരണം ഇതുവരെ പഠിച്ചതെല്ലാം നിങ്ങൾ അൺലേൺ ചെയ്യണം. യു ആർ ഗോയിങ് ടു ഗെറ്റ് എ നോളജ് ഓർ വിസ്ഡം ദാറ്റ് ഈസ് അപ്സൈഡ് ഡൗൺ എന്ന് പറയാം, തല തിരിച്ചു വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം തല തിരിഞ്ഞ് ഉള്ള ഒരു ന്യൂ റെവല്യൂഷണറി നോളജാണ് ഇവിടെ നൽകുന്നത്. താല്പര്യമുള്ളവരെല്ലാവരും വരും, ഒരു ദിവസം എല്ലാവരും പഠിക്കും എന്ന് വളരെ വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ പോകുന്നു. സമയമില്ല, ഇൻട്രൊഡക്ഷനൊന്നും സമയമില്ല. അപ്പം നമ്മൾ ആദ്യത്തെ വിഷയത്തിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി മഞ്ഞ നിറം കൊണ്ട് തന്നെ എൻഡോഡെൻഡ് എന്ന് പറയുന്ന ജർമ്മൻ ലെയറിൽ നിന്ന് ഡിറൈവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് കൺട്രോൾഡ് ബൈ ദി ബ്രെയിൻ സ്റ്റം ആണ്. അതിന്റെ ഫ്രണ്ടിലാണ് ഞാൻ അതിന്റെ കേന്ദ്രഭാഗം. ഇതിന്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഐ മൈറ്റ് ഡൈ ഓഫ് തേഴ്സ്റ്റ്. എനിക്ക് വെള്ളം കിട്ടാതെ ഞാൻ മരിച്ചേക്കാം എന്ന് പറഞ്ഞാൽ അതിന് ഈ വെള്ളം എന്ന് പറയുന്നതിനൊരു എന്താ പറയുക, ആർക്കിടൈപ്പൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ജന്മനാ തന്നെ ജനിക്കുന്ന കുഞ്ഞ് അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് വയറ്റിൽ കിടക്കുമ്പോൾ പോലും ഈ വെള്ളത്തിലാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ ഒരു ഇതാണ്, അല്ലെങ്കിൽ ജീവൻ വെള്ളത്തിൽ നിന്നാണ് ആരംഭിച്ചത്. അത് എന്തോരെ പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന ഒരു വിഷയമൊന്നുമല്ല. സോ ആർക്കിടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം വെള്ളം, ഈ വെള്ളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ധാരാളം ആലങ്കാരികമായിട്ടുള്ള വിശദീകരണങ്ങൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. വെള്ളത്തിൽ കിടക്കുമ്പോൾ പോലും എനിക്ക് വെള്ളം കിട്ടാതെ വരുമോ എന്നുള്ള പേടി. കുടുംബത്തോടൊപ്പം ആകുമ്പോൾ തന്നെ ഈ കുടുംബാംഗങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള പേടി. ഇതൊക്കെയാണ് അതിൻ്റെ കോൺഫ്ലിക്റ്റ് ആകുന്നത്. അപ്പോൾ ഞാൻ ഒറ്റപ്പെടുന്നു സൊസൈറ്റിയിൽ, സമൂഹത്തിൽ, വീട്ടിൽ, വ്യക്തികളുടെ ഇടയ്ക്ക്, അല്ലെങ്കിൽ സംഘടനയിൽ. ഇങ്ങനെ എവിടെയൊക്കെയാണോ ഞാൻ വെള്ളത്തിൽ കൂത്താടി കളിച്ച് നടന്നിരുന്ന അവിടെ ഞാൻ ഇന്ന് ഒറ്റപ്പെടുന്നു എന്ന് തോന്നുന്ന സമയത്താണ് ഒരാളുടെ കിഡ്നിയിൽ രോഗം ബാധിക്കുന്നത് എന്ന് എന്നെ ശ്രമിക്കുന്ന ഇത്രയും പേരെങ്കിലും കേൾക്കുക. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമാണ്. എന്താ ഞാൻ പറഞ്ഞാൽ, അത് ഒരു ദിവസം കിഡ്നി അടിച്ചുപോയി, അവൻ്റെ കിഡ്നി അടിച്ചുപോയി, ഇപ്പൊ ക്രിയാറ്റിൻ ഇത്ര കൂടി, അവൻ ഡയാലിസിസ് തുടങ്ങി. കിഡ്നി മാറ്റി വെക്കണമെന്നാണ് തോന്നുന്നത്. കിഡ്നിക്ക് മാറ്റി വെക്കുന്നതിന് 30 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. നാട്ടുകാരെല്ലാം കൂടെ ഞാൻ പറഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് പറഞ്ഞാൽ വലിയ വിഷയങ്ങളായി. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു സംഘർഷം, ഒരു കോൺഫ്ലിക്റ്റ് ആണ് നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷനിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ഈ മാറ്റങ്ങൾ വരുത്തുന്ന ഒന്നും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഇല്ലാതെയാക്കാനോ കൊല്ലാനോ മരിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല എന്നുള്ളത് മനസ്സിലാക്കും. ഞാൻ മരിച്ചു പോയേക്കാം, എന്തുകൊണ്ട്? എനിക്ക് വെള്ളം കിട്ടാതെ വരുന്നത്. അതിന് ടിപ്പിക്കലായിട്ടുള്ള ഒരു വാക്ക് പറയുന്നത് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഒരു മത്സ്യത്തെക്കുറിച്ച് സങ്കല്പിക്കുക. ഞാൻ ഒരു മത്സ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ? കരയിൽ പിടിച്ചിട്ട മീനിന്റെ അവസ്ഥ. കരയിൽ വെള്ളമില്ല. അപ്പൊ എൻ്റെ ശരീരത്തിൽ കുറച്ച് വെള്ളമുള്ളതാണ് എനിക്ക് അല്പസമയം കൂടെ ജീവിക്കാനായിട്ട് ബാക്കിയുള്ളത്. വേറെ ഒരിടത്തുനിന്നും വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ്. ആരും എനിക്ക് വെള്ളം തരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഇതാണ് എൻ്റെ കോൺഫ്ലിക്റ്റ്. ഇത് നിങ്ങൾക്ക് ഏത് വ്യക്തി ക്രിയാറ്റിനും കൂടി യൂറിക് ആസിഡ് കൂടി ഏത് വേസ്റ്റ് പ്രോഡക്ട്സ് നമ്മുടെ ബോഡിയിൽ കൂടിയാൽ ഓർത്തേക്ക് ഇതൊന്നും വേസ്റ്റ് അല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അത് ആൽബുമിൻ ആയിക്കോട്ടെ, ഏത് പ്രോട്ടീൻ ആയിക്കോട്ടെ. ഇപ്പോൾ പ്രോട്ടീൻ യൂറിയ അല്ലെങ്കിൽ ക്രിയാറ്റിനിൻ ഹൈ, ഇതിനെല്ലാം മീനിങ് ഉണ്ട്. ഇതൊന്നും വിശദീകരിക്കാണ്ട് സമയമില്ല. കാരണം ഈ ക്രിയാറ്റിനും കിഡ്നി ഡയാലിസിസ് മാത്രമായിട്ട് വേണമെങ്കിൽ 1 മണിക്കൂർ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളെ കിഡ്നി ഡയാലിസിസ്, കിഡ്നി മാറ്റിവെച്ച്, കിഡ്നി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്കൊരു ഡോക്ടർക്കും നിങ്ങളൊരു രോഗിയെ ചികിത്സിക്കുകയാണെങ്കിൽ യു ആർ നോട്ട് ഡൂയിങ് ജസ്റ്റിസ് യുവർ പ്രൊഫഷൻ. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. സോ ഇത് പഠിച്ചേ അടങ്ങുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഒരു സാഹചര്യം വരുന്നത്? എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി. അതിന് വേറെ പല ഭാഷ്യങ്ങളുണ്ട്, പല അർത്ഥങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. എക്സിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ്, ഞാൻ എങ്ങനെ അതിജീവിക്കും? ഇന്നലെ കേസ് പറയാൻ പോയാൽ കൂടുതൽ സമയം എടുക്കും. എങ്ങനെ ഞാൻ അതിജീവിക്കും? എൻ്റെ ശരീരത്തിലുള്ള വെള്ളം കെട്ടി നിൽക്കുവാണ്, പക്ഷെ ആ വെള്ളം എനിക്ക് ഉപയോഗപ്രദമാകുന്നില്ല. ഇത് പ്രകൃതി നമ്മുടെ ശരീരത്തിൽ വെള്ളം കെട്ടി നിർത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? കുറച്ച് നാളും കൂടെ ജീവിക്കാൻ വേണ്ടി. എന്തുകൊണ്ടാണ് ഈ കുറച്ച് നാൾ? എന്തുകൊണ്ടാണെന്ന് നീ നിന്നോട് തന്നെ പറഞ്ഞു, ഞാൻ ഒറ്റപ്പെട്ടു എന്ന്. അപ്പോൾ ആ ഒറ്റപ്പെടൽ ഫീലിംഗ് ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. അതിനൊക്കെയുള്ള തെറാപ്പി അല്ലെങ്കിൽ അതിനൊക്കെയുള്ള സ്പിരിച്വാലിറ്റി ഇതൊക്കെ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഡോക്ടർ ഹാമർ പറഞ്ഞതാണ്, ക്യൂർ ടേക്സ് പ്ലേസ് ഓൺലി ഇൻ ദി ഫ്ലൂയിഡ് മീഡിയം. വെള്ളം ഇല്ലാതെ ഒരു രോഗവും ഒരിടത്തും സൗഖ്യമാകുന്നില്ല. വെള്ളമാണ് നമ്മളെ സുഖപ്പെടുന്നത്. അതുകൊണ്ട് ഉടനെ നീര് വന്നാൽ, ഒരു കൊതുക് കടിച്ച് നീര്, അയ്യോ ഡോക്ടറെ കൊതുക് പറന്നുപോയി, കൊതുക് ചത്തു, പുണ്ണൊക്കെ കരിഞ്ഞു, പക്ഷെ അവിടെ ഒരു നീരുണ്ട്.
അതുകൊണ്ട് വലിയ സംഭവം പോലെയാണ് ഈ നീരിനെ കുറിച്ച്. അപ്പൊ ഈ നീര് ശരീരത്തിൽ കെട്ടി നിർത്തുന്നതും പ്രകൃതിയാണ്. അതുകൊണ്ട് അത് നമുക്ക് അനുകൂലമായിട്ടുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഉടനെ മുഖത്ത് നീര് കണ്ടു, എന്തോ സംഭവിച്ച പോലെ. ഒന്നും സംഭവിച്ചിട്ടില്ല. അത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഫിയർ ഓഫ് ഡീഹൈഡ്രേഷൻ? എൻ്റെ ശരീരത്തിൽ വെള്ളമുണ്ട്, പക്ഷെ നാളെ എനിക്ക് വെള്ളം കിട്ടാതെ വരുമോ? എക്സിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ്, റെഫ്യൂജി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഐ ഫീൽ ആസ് ഇഫ് ഐ ആം നോട്ട് ബിലോങ്ങിങ് ടു ദിസ് പ്ലേസ്. ഇവിടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത് സിങ്ക് ആകുന്നില്ല, എൻ്റെ ചുറ്റുവട്ടവുമായിട്ട് ജീവിച്ചു പോകാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് അത് വരുന്നത്. ചിലപ്പോൾ ഡയഗ്നോസിസ് ഷോക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിനക്കൊരു ചാൻസ് ഉണ്ട് ക്യാൻസർ ആവാൻ, കാരണം ഈ മുഴ ഇച്ചിരി വലുതാണ്. നമുക്കൊന്ന് ബയോപ്സി എടുത്തുക, ഡയഗ്നോസിസ് ക്യാൻസർ. അതോടുകൂടി വീട്ടുകാരെല്ലാം ഇയാളെ കാണുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ സ്നേഹം കൊണ്ടാണ്. ഭാര്യ വീർപ്പ് മുട്ടിക്കും, അയ്യോ അയ്യോ മധുരം കഴിക്കാൻ പാടില്ല, എണ്ണ കഴിക്കാൻ പാടില്ല, ഇറച്ചി കഴിക്കാൻ പാടില്ല, മീൻ കഴിക്കാൻ പാടില്ല, പാല് കഴിക്കാൻ പാടില്ല, നിങ്ങൾ ഹാർട്ട് അടിച്ചു പോകും. 90% ബ്ലോക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ബ്ലോക്ക് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരത്തില്ല, നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അതുകൊണ്ട് ഈ ബ്ലോക്കൊക്കെ വലിയ വലിയ ബിസിനസ്സാണ്. കിഡ്നി ഈസ് ക്യാൻസർ ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ആയിട്ട് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല നല്ല എന്താ പറയുക, നല്ല കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന കോടി ഇതിലേക്ക് കടക്കുന്ന ഒരു സാധനമാണ്. പണ്ടൊന്നും ഇതുപോലെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 52ാമത്തെ വർഷത്തിലേക്ക് കടക്കുവാണ് ഡോക്ടറായിട്ട്. ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും നമുക്ക് വല്ലപ്പോഴും ഒരു നെഫ്രോട്ടിക് സിൻഡ്രോം, വല്ലപ്പോഴും ഒരു കിഡ്നി ഡിസീസിനൊക്കെ പേഷ്യൻറ്റിനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ എത്രയോ കോമൺ ആയെന്ന് പറയും. ഇതെല്ലാം ബിസിനസ്സാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരാളെ ഒരു സീരിയസ് ഡിസീസായിട്ട് സ്റ്റാമ്പ് ചെയ്താൽ, ഡയഗ്നോസിസ് ചെയ്താൽ, അയാളെ ഈ വീട്ടിൽ തന്നെ ഒറ്റപ്പെടുത്തുകയാണ്. സ്നേഹം കൊണ്ടാണെന്ന് നമുക്ക് തോന്നും. ഭാര്യ സ്നേഹിക്കുന്നു, മക്കൾ സ്നേഹിക്കുന്നു, എല്ലാവരും കൂടി ഇയാളെ തീറ്റിക്കത്തില്ല, കുടിപ്പിക്കത്തില്ല. അങ്ങനെ ഒരു പ്രത്യേക, കൂട്ടുകാരെല്ലാം പിരിഞ്ഞുപോയി, ആരുമില്ല, അന്വേഷിക്കുന്നില്ല, ബന്ധുക്കളൊന്നുമില്ല, ഇയാളെ അവർ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാണ് ഡയഗ്നോസിസ് ഷോക്ക്. പിന്നെ ആശുപത്രിയിലെങ്ങാനും പോയാൽ പിന്നെ പറയണ്ട, പിറ്റത്തെ ദിവസം കാലും വയറും എല്ലാം നീര് വെക്കും. അയ്യോ നീരുണ്ട്, ഉടനെ നീര് മാറ്റാനുള്ള മരുന്ന് കൊടുക്കണം. വേണ്ട, നീര് അയാളെ സുഖപ്പെടുത്താനായിട്ട് പ്രകൃതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഹോസ്പിറ്റലൈസേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ റെഫ്യൂജി കോൺഫ്ലിക്റ്റ് എന്ന് പറയും. ഇത് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിൽ എന്ത് സംഭവിക്കും? എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? ഈ പറയുന്ന കളക്റ്റിംഗ് ട്യൂബ്യൂൾസ് എല്ലാം ബന്ധാകും. എന്തുകൊണ്ട്? ദർ വിൽ ബി ഇൻഡ്യൂറേഷൻ. അതാണ് നിങ്ങൾക്കറിയാം, ജർമിനൽ ലെയറിൽ ആദ്യത്തെ, അതായത് ജർമിനൽ ലെയറിൽ എൻഡോഡെൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിൽ ദർ വിൽ ബി സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്കും നോർമലായിട്ട് നടക്കേണ്ട ഫിൽട്രേഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയ്യും. അപ്പോഴത്തേക്ക് ശരീരത്തിൽ വാട്ടർ റിട്ടൻഷൻ നടക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ സെല്ലുലാർ പ്രോളിഫറേഷൻ നടക്കുന്നു. അങ്ങനെ കളക്റ്റിംഗ് ട്യൂബ്യൂൾസ് ബന്ധാകുന്നു. ശരീരത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി വെച്ചിരിക്കുന്ന ഒരു മെക്കാനിസമാണ്. അതിനെ പിടിച്ച് രോഗിയാക്കുന്നത് മെഡിക്കൽ സയൻസാണ്. അതുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം മാക്സിമം കെട്ടി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രക്രിയ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പുറത്തേക്ക് പോകുന്ന വെള്ളം, അതായത് മൂത്രം കുറയും. ഇപ്പം ഒളിഗ്യൂറിയ അല്ലെങ്കിൽ മൂത്രം ഇല്ലാത്ത ഒരവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നേക്കാം. അല്ലെങ്കിൽ ശരീരത്തിൽ കുടിച്ച വെള്ളം മുഴുവനും നമ്മുടെ ശരീരത്തിൽ കെട്ടി നിൽക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ വല്ലാത്ത നീര് വരുന്നു, വീക്കം വരുന്നു. ഇതെല്ലാം ഇത് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസ് ആണ്. ഹീലിംഗ് ഫേസ് എന്ത് സംഭവിക്കും? കാരണം ഇത് എൻഡോഡേം ഡിറൈവ്ഡ് ആയതുകൊണ്ട്, ബ്രെയിൻ സ്റ്റെം കൺട്രോൾഡ് ആയതുകൊണ്ട്, ട്യൂബർക്കുലർ ബാസിലസും ഫംഗസ് ഇതാണ് അതിലെ ഹീലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്യൂബർക്കുലാർ ഇൻഫെക്ഷൻ എന്ന് അവർ വിളിക്കും. പക്ഷേ ട്യൂബർക്കുലോസിസ് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ബാക്ടീരിയയാണ് ഉപയോഗിക്കുന്നത്. ഫംഗസ് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ളതാണ്. അതിങ്ങനെ പറന്നു വരണ്ട, വെള്ളത്തിൽ കൂടെ വരണ്ട, ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. ഇനി അതില്ലാത്തൊരവസ്ഥ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങളോളം ആൻറ്റി ട്യൂബർക്കുലർ ട്രീറ്റ്മെൻറ്റ്, ആൻറ്റിബയോട്ടിക്സ് ഇതെല്ലാം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബാക്ടീരിയ എല്ലാം അപ്രത്യക്ഷമാകും. അങ്ങനെയാണെങ്കിൽ അയാളുടെ കാര്യം പോക്കാണ്. പോളിയൂറിയ അത് ഹീലിങ്ങിലാണ്. ധാരാളം മൂത്രം പോകുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് നെഗറ്റീവ് അല്ല. ഉടനെ പോയിട്ട് നമ്മൾ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആണോ എന്നൊന്നും അന്വേഷിച്ച് പോകേണ്ട. അതൊക്കെ വേറെ കാരണങ്ങളുണ്ടാണ്. ഇത് ഹീലിംഗ് ആണ്. മൂത്രം ധാരാളം പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ട്യൂബർക്കുലർ ബാസിലസ് ഉള്ളതുകൊണ്ട് നൈറ്റ് സ്വെറ്റ്സ് ഉണ്ടാകും. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. നൈറ്റ് സ്വെറ്റ്സ് ഉണ്ടാകും. പിന്നെ ഭയങ്കരമായ ക്ഷീണമുണ്ട്. ആ ക്ഷീണം ഒന്നും നെഗറ്റീവ് അല്ല. ടോണിക്ക് കഴിക്കാനോ കഴിപ്പിക്കാനോ ഒന്നും പോകണ്ട. അലൗ ഹിം ടു ടേക്ക് റെസ്റ്റ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാൾ ശരിയാവും. ഇതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് സിൻഡ്രോം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പല പ്രാവശ്യം സൂചിപ്പിച്ചു. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എവിടെ
ഏത് ഏത് ഡിസീസും ഹീൽ ചെയ്യുന്ന സമയത്ത് അവിടെ നീരുണ്ടെങ്കിൽ അതിനെ GHK വിളിക്കുന്ന പേരാണ് സിൻഡ്രോം എന്ന് പറയും. അത് കിഡ്നി കളക്റ്റിംഗ് ട്യൂബിൾസ് തന്നെയാണ് അതിനെ മീഡിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ വിഷയം പഠിക്കുന്നത്. അപ്പോൾ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി നേരത്തെ പറഞ്ഞ എല്ലാം നടക്കുന്നു. ആ ഒരു പർട്ടിക്കുലർ ഓർഗൻ, അത് ഏത് ഓർഗനും ആവാം. അത് യൂട്രസ് ആകാം, പ്രോസ്റ്റേറ്റ് ആകാം, പ്ലൂറ ആകാം, പെരിട്ടോണിയം ആകാം, എവിടെ വെള്ളം കെട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയാണ്. കാരണം നിങ്ങൾക്ക് ഒരു ഐസൊലേഷൻ ഫീലിംഗ്, നിങ്ങളെ ഫോർസേക്കൻ ഫീലിംഗ്, അബാൻഡൻഡ് ഫീലിംഗ് ഒക്കെ ഉള്ളപ്പോഴാണ് നിങ്ങൾക്ക് ഒറ്റപ്പെടുത്തൽ എന്ന് പറയുന്ന സംഗതി വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന നീരിനെ കളയാൻ, അയ്യോ ഭയങ്കര നീരടിച്ചു അല്ലെങ്കിൽ നീര് കളയാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് ഡയൂററ്റിക്സ്, മൂത്രത്തിൽ കൂടെ വെള്ളം പോകാനായിട്ടുള്ള ഒരു പരിപാടിക്കും പോകേണ്ട. ദാറ്റ് ഈസ് എ നേച്ചേഴ്സ് മെത്തേഡ് ഓഫ് ഹീലിംഗ്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ദിവസം കൊണ്ട് മനസ്സിലാകണമെന്നില്ല. പിന്നെയും വായിക്കുക. അപ്പൊ എന്താ, എവിടെയെല്ലാം നീരുണ്ടോ അവിടെയെല്ലാം ഹീലിംഗ് ആണ്. അവിടെയാണ് ഞാൻ വീണ്ടും പറയുന്നു, ഡോക്ടർ ഹാമർ ഈസ് ദി ഓൺലി പേഴ്സൺ ഹു ടോൾഡ് ക്യൂർ ടേക്സ് പ്ലേസ് ഓൺലി ഇൻ ദ ഫ്ലൂയിഡ് മീഡിയം. നിങ്ങളുടെ ഏത് ഭാഗത്താണ്. ചിലർക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര കഫമാണ് ഡോക്ടർ. ഇന്നെ ഒരു സീനിയർ ഡോക്ടർ എൻ്റെ ഫ്രണ്ട് ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ കഫം വരുന്നു, അതിങ്ങനെ മൂക്കിൽ നിന്ന് ബാക്കിലേക്ക് വന്നിട്ട് തൊണ്ടയിലേക്ക് വരുന്നു. വൈ യു ഷുഡ് ഫിയർ? നമ്മൾ ഹോമിയോപ്പതിയിൽ പേടിച്ചിട്ടുണ്ടോ? അയ്യോ പോസ്റ്റ് നേസൽ ഡ്രിപ്പിങ്ങിന് കാലിബേക്ക്, പോസ്റ്റ് നേസൽ ഡ്രിപ്പിങ് സെലീഷ്യ എന്നൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് മരുന്ന് കൊടുത്തിട്ട് നിർത്തണമെന്നാണ് നമ്മുടെ തലയിൽ കയറ്റിയിരിക്കുന്നത്. വേണ്ട, ദാറ്റ് ഈസ് നേച്ചേഴ്സ് ഹീലിംഗ് പ്രോസസ്. അലൗ ഇറ്റ് ടു ഹാപ്പൻ, വെയിറ്റ്. ഇത്രയേ ഉള്ളൂ, കൂടുതൽ പറയുന്നത്. ആ ഹീലിംഗ് ഫേസിലാണ് നമുക്ക് പെയിൻഫുൾ എക്സ്പീരിയൻസസ് വരുന്നത്. ആ സമയത്താണ് പല മാലിഗ്നൻസി ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് അപ്പിയേഴ്സ് ഡേഞ്ചറസ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും. ഹീലിംഗ് സ്ലോ ആയിട്ട് നമുക്ക് തോന്നും. അങ്ങനെ അപ്പോൾ ഇതേ മെക്കാനിസം വിശദമായിട്ട് പറയുന്നില്ല. കിഡ്നി സിസ്റ്റ്, പ്രോസ്റ്റേറ്റ് ഇതിൻ്റെ അകത്ത് വരുന്നില്ല, നമ്മൾ വേറെ പഠിക്കും. ബ്ലാഡർ ഇൻഫ്ലമേഷൻ, സ്വെല്ലിങ്, ഇതെല്ലാം ഇവിടെയെല്ലാം നീരുള്ള കേസുകളാണ് വരുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾ വായിക്കുക, പഠിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കിഡ്നി പാരൻകൈമ. യെസ്, കിഡ്നി പാരൻകൈമ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ ജെം ലെയർ ന്യൂ മീസോഡേമാണ്. അതുകൊണ്ടാണ് ആ ഓറഞ്ച് കളർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ മെഡുലയാണ്. നിങ്ങൾക്ക് സെറിബ്രത്തിൻ്റെ ബ്രെയിനിൻ്റെ പടത്തിൻ്റെ നടുക്കുള്ള ഭാഗമാണുള്ളത്. റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു എൻഡോഡേൺ ഡിറൈവ്ഡ് ആയിട്ടുള്ള കിഡ്നി കളക്റ്റിംഗ് ട്യൂബുൾസിൽ വാട്ടർ ഇല്ലായ്മയാണെങ്കിൽ ഇവിടെ വാട്ടർ വരുമോ എന്നതാണ് കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ വാട്ടർ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വരുമോ, എൻ്റെ വീട് മുങ്ങിപ്പോകുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കോൺഫ്ലിക്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് വീണ്ടും നമുക്കൊരു ശത്രുവായിട്ട് മാറുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം ഇത് വരും. ഇങ്ങനെയാണ് കിഡ്നിയിൽ വരുന്ന ചേഞ്ചസ് വരുന്നത്. ഹൈപ്പർ ടെൻഷൻ, റീനൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന സംഗതികളൊക്കെ അങ്ങനെയാണ് വരുന്നത്. വളരെ കൂടിയ ഹൈപ്പർ ടെൻഷൻസ് ഒക്കെ ഈ ഒരു സംഭവം കൊണ്ട് വരാം. അപ്പോൾ ഫ്ലഡ്, വെള്ളപ്പൊക്കം, എവിടെയെങ്കിലും ലീക്കേജ്, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പൈപ്പ് പൊട്ടി ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന കോൺഫ്ലിക്റ്റ് കൊണ്ട് ഫ്ലൂയിഡ് കോൺഫ്ലിക്റ്റ് തന്നെ വേണിക്കാം. വല്ലാത്ത മഴ, നിർത്താതെയുള്ള മഴ, അതും നമ്മളെ കോൺഫ്ലിക്റ്റ് ആകാം. അതെല്ലാവർക്കും ഒരേപോലെ സൂചിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ വെള്ളം ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്ന് പാട്ടൊക്കെ ഉണ്ടെങ്കിലും മഴ വല്ലാതെ നീണ്ടു നിന്നാൽ ചിലർക്ക് അത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും. അതും ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് വരും. ഇനി ഈ ഫ്ലൂയിഡ് വരുന്നത് ചിലപ്പോൾ നമ്മുടെ ഇഞ്ചക്ഷൻസ് ആയിരിക്കും. ആശുപത്രിയിൽ പോയി കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ഈ ഫ്ലൂയിഡ് ഇങ്ങനെ കയറ്റിക്കൊണ്ട്, ഇതെല്ലാം എൻ്റെ ശരീരത്തിൽ വന്നിട്ട് അപ്പോൾ ഫ്ലൂയിഡിനെ പേടിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ IV ഇഞ്ചക്ഷൻസും IV ഫ്ലൂയിഡ്സും എല്ലാം നമുക്ക് ഭയമാകുന്ന ഒരവസ്ഥ. അതാണ് അതിൻ്റെ കോൺഫ്ലിക്റ്റ്. പല കെമിക്കൽസും, ഈ കെമിക്കൽസ് നമ്മുടെ ഇൻഹെയിൽ ചെയ്യുന്നതൊക്കെ നമുക്ക് കുഴപ്പം. അപ്പോൾ ബ്ലഡ് റിലേറ്റഡ്, യൂറിൻ റിലേറ്റഡ്, ബോഡി ഫ്ലൂയിഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് എല്ലാം ഇത് വളരെ വിശദമായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ലേണിംഗ് ചെയ്യുന്നതിലൊരു ബ്യൂട്ടിഫുൾ പടമുണ്ട്. ഞാൻ എൻ്റെ ഒരു പേഷ്യൻറ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഒരു വലിയ ഫ്ലഡിൻ്റെ പിക്ചറുണ്ട്. അപ്പോൾ ഫ്ലഡ് വരുമ്പോഴത്തേക്ക് അതിനെ അഫക്റ്റഡ് ആയിട്ടുള്ള പീപ്പിളിന് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ് അത് പ്രധാനപ്പെട്ടത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിൽ ബിക്കോസ് ഇറ്റ് ഈസ് സെറിബ്രൽ മെഡുല്ല, ബിക്കോസ് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദി സെറിബ്രൽ മെഡുല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് താഴെ ലേശം കൺഫ്യൂസിങ് ആണ്. നന്നായിട്ട് പഠിച്ചുള്ളവർക്കേ കൺഫ്യൂഷൻ വരത്തുള്ളൂ. ലെഫ്റ്റ് സൈഡ് ഈസ് കൺട്രോൾഡ് ബൈ ദി ലെഫ്റ്റ് സൈഡ് ഇറ്റ്സെൽഫ്. ആക്ച്വലി ഇറ്റ് ഷുഡ് ബി ദി അതർ വേ. പക്ഷെ അതിൻ്റെ വിശദീകരണം എന്താണെന്ന് വെച്ചാൽ ദറ്റ് ഈസ് വെരി നിയർ ടു ബ്രെയിൻ സ്റ്റെം. അതുകൊണ്ടാണ് ആ ഒരു ലാറ്ററാലിറ്റി അവിടെ അത് തന്നെ കീപ്പ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് കിഡ്നി പാരൻകൈമ ഈസ് കൺട്രോൾഡ് ബൈ ദി ലെഫ്റ്റ് പാർട്ട് ഓഫ് ദി സെറിബ്രൽ
ഹെമിസ്ഫിയർ, സെറിബ്രൽ മെഡുല. അപ്പം അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, കൺഫ്യൂഷൻ ഉണ്ടാക്കത്തേ ഉള്ളൂ. ഇനി പല രോഗങ്ങളും നമ്മൾ കേട്ടിട്ടുള്ളതെല്ലാം ഹീലിംഗ് ഫേസിലുണ്ടാകുന്നതാണ്. കിഡ്നി സിസ്റ്റ്, അത് ഒരു ഹാങ്ങിങ് ഹീലിംഗ് ആണെങ്കിൽ അങ്ങനെ സിസ്റ്റ് വരാം. അതൊന്നും വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. ഫ്ലൂയിഡ് ഫിൽഡ് കാവിറ്റീസ് ആണ്, കവേൺസ് ആണ്, അതാണ് സിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അത് വീങ്ങി വരും, കാരണം അത് പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ അതിൽ തന്നെ കളക്ട് ചെയ്ത് നിൽക്കും. അങ്ങനെയാണ്, ആ സമയത്താണ് നമുക്ക് പെയിൻ ഉണ്ടാകുന്നത്. ഇനി ഇത് ക്ലിനിക്കലി എങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്? നമ്മൾ നെഫ്രൈറ്റിസ് എന്ന് പറയും. നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ അറിയാം, കിഡ്നിക്ക് ഇൻഫ്ലമേഷൻ എന്നാണ് മലയാളത്തിൽ പറയാം, പക്ഷെ അല്ല ഇംഗ്ലീഷിൽ പറയാം. പക്ഷെ അതല്ല കാര്യം. അത് ഈ ഹീലിംഗ് ഫേസ് ഓഫ് ദി സെറിബ്രൽ മെഡുല്ല കൺട്രോൾഡ് ആയിട്ടുള്ള കോർട്ടെക്സ് അല്ല, പാരൻകൈമ ഓഫ് ദി കിഡ്നി. അപ്പോൾ ഇത് തന്നെയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. നെഫ്രൈറ്റിസ് ഇൻറ്റൻസ് ബൈലാറ്ററൽ ഹീലിംഗ് ആണ് വരുന്നത്. അതിൽ ഇഡിമ മസ്റ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇഡിമ പോലും ഉടനെ നമുക്ക് എന്തോ പേടിക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് ഹീലിംഗ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ സ്വിച്ച് ഓഫ്. ഞങ്ങൾ GHKയുടെ ക്ലാസ്സുകളിൽ ബയോസ്വിച്ച് എന്നാണ് പറയുന്നത്. ഡാനി കാരറാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ബയോസ്വിച്ച്, യു സ്വിച്ച് ഓഫ് ദി ഒറിജിനൽ കോൺഫ്ലിക്ട്, ദെൻ യു വിൽ ബി ഏബിൾ ടു കം ഔട്ട് ഓഫ് ദാറ്റ് സ്വെല്ലിംഗ്. അപ്പോൾ അങ്ങനെ നെഫ്രൈറ്റിസ് ആയാലും നെഫ്രോട്ടിക് സിൻഡ്രോം ആയാലും പ്രോട്ടീൻയൂറിയ, ഹെമച്ചൂറിയ, ഇതിലൊന്നും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. എവറിതിങ് ഈസ് ഫോർ അവർ സർവൈവൽ. വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് കിഡ്നി സ്റ്റോൺസ്. അതിനെക്കുറിച്ചൊന്ന് റെഫർ ചെയ്ത് പോകാം. കിഡ്നി സ്റ്റോൺസ് ഏതാണ്ട് വലിയ കൂടമെടുത്ത് തല്ലി പൊട്ടിക്കണം, ഓപ്പറേഷൻ ചെയ്യണം, ലേസർ ചെയ്യണം, അത് ഓപ്പറേഷൻ ചെയ്യണം, ഇങ്ങനെയൊക്കെ ആണ്. ചില സമയത്ത് അത് വളരെ വലുതായെങ്കിലും ചിലപ്പോൾ വലിയൊരു 4 mm സൈസുള്ള സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞ് ജീവിതം മുഴുവൻ കളയുന്നവരുണ്ട്. വലിയ സ്റ്റോൺസ് ആണെങ്കിൽ ഇങ്ങനെ വരും. അപ്പൊ എവിടെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ സ്റ്റോൺ ഫോം ചെയ്യാൻ സാധ്യതയുള്ള 2 സ്ഥലമുണ്ട്. ഒന്ന് കിഡ്നി കളക്ടിങ് ട്യൂബ്യൂൾസ് തന്നെയാണ്. അതിനെ നമ്മൾ കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് എന്നാണ്, കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്. അത് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ആദ്യം പറഞ്ഞതാണ് സിൻഡ്രോമാണ്, അതായത് വാട്ടർ അക്യുമുലേഷൻ ആണ്. അപ്പോൾ അത് ഇനി അടുത്ത സ്റ്റോൺ ഫോം ചെയ്യുന്നത് നമ്മുടെ കാലിക്സ് ഓഫ് ദി കിഡ്നിയാണ്, അല്ലെങ്കിൽ പെൽവിസ് ഓഫ് ദി കിഡ്നി. അപ്പോൾ റീനൽ പെൽവിസ് എന്ന് പറയുന്ന അവിടുത്തെ സ്റ്റോൺ യൂറിക് ആസിഡ് സ്റ്റോൺസ് ആണ്, ബിക്കോസ് ഇറ്റ് ഹാസ് കം ഔട്ട് ഓഫ്. അപ്പോൾ അതിനകത്ത് യൂറിക് ആസിഡ് ഇൻക്രീസിലുണ്ടാവും. എപ്പോഴാണ് യൂറിക് ആസിഡ് ഇൻക്രീസ് വരുന്നത് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് ആണ്, ടെറിട്ടോറിയൽ മാർക്കിംഗ് കോൺഫ്ലിക്റ്റ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കാം അടുത്ത സ്റ്റേജിൽ. ഇപ്പൊ ലോങ് സ്റ്റാൻഡിങ് ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് ആണ് യൂറിനറി സ്റ്റോൺസ് ഉണ്ടാക്കുന്നതെന്ന് എന്നെ ശ്രമിക്കുന്ന എത്ര ഡോക്ടർമാർക്ക്, എനിക്ക് തോന്നുന്നു ഡോക്ടർ ശശി അല്ലാതെ ഒരു ഡോക്ടർക്കും അറിയത്തില്ല. അത് നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ, ഞാൻ കേസ് പറയുന്നില്ല, ഒരു 1.5 വയസ്സുള്ള കുട്ടിയുടെ യൂറിറ്ററിൻ്റെ ബിഗിനിങ്, അതായത് കാലിക്സിന് ആ ജംഗ്ഷൻ ഉണ്ടല്ലോ, പെൽവി യൂറിട്രിക് ജംഗ്ഷനിൽ ഒരു സ്റ്റോൺ വന്നു. എല്ലാ ആശുപത്രികളിലും പോയി അവസാനം മെഡിക്കൽ കോളേജ് മംഗലാപുരത്ത് എന്നിട്ട് പറഞ്ഞു, ലെറ്റ് us admit the patient and see what is the conflict, what is the type of food that you are giving. ഏത് ഭക്ഷണം കഴിച്ചിട്ടാണ്, ടൊമാറ്റോ ആണോ, പൊട്ടറ്റോ ആണോ, ഇറച്ചിയാണോ, കോഴിയാണോ, ഏത് കഴിച്ചിട്ടാണ് സ്റ്റോൺ ഉണ്ടാകുന്നതെന്ന് അവർക്കറിയില്ല. അവരോട് സിമ്പതൈസ് ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പൊ സ്റ്റോൺ ഉണ്ടാകുന്നത് എന്താണ്? ആ 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മയ്ക്കായിരുന്നു കോൺഫ്ലിക്ട്, ടെറിട്ടോറിയൽ മാർക്കിംഗ് കോൺഫ്ലിക്ട്. എന്താണ്? അമ്മ മുല കൊടുക്കുന്നത് അത്രയും കുഞ്ഞാണ്, ചെറുതാണ്, 1.5 വയസ്സുള്ള മുല കുടിക്കുന്ന കുട്ടി. അപ്പൊ അമ്മ ഇപ്പോഴും ആ ടെറിട്ടോറിയൽ മാർക്കിംഗ് കോൺഫ്ലിക്റ്റിൽ നിന്ന് വിടുതല. സംഗതി എന്താണ്? അമ്മ പറഞ്ഞത്, ഈ വീടേ കൊള്ളത്തില്ല, ഇവിടെ ഒരു അമ്മായിമ്മയുണ്ട്, ആ അമ്മായിമ്മയുടെ ജോലി രാവിലെ മുതൽ എന്താ പറയണ്ടേ, കൊളാമ്പി വെച്ച് നാട്ടുകാരെ മുഴുവൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് നടക്കുന്നത്, ഞാനും ഭർത്താവും കൂടെ എവിടെ പോയി ഇന്നലെ, ഇതൊക്കെ പറയുന്ന ഒരു അമ്മായിമ്മയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ മടുത്തു, ഇവിടെ നിന്ന് പോകണം. അപ്പൊ അവരുടെ ആ ടെറിട്ടറി, അവരെവിടെയാണോ ജീവിക്കുന്നത് അത് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതായിരുന്നു അതിന്റെ കാരണം. കംപ്ലീറ്റ് അത് സുഖമായി, ഒരു ഓപ്പറേഷനും വേണ്ടില്ല, ഒരു ലേസറും വന്നില്ല. ഇങ്ങനെ കേസ് ഞാൻ പറയാൻ കുറെ പറയേണ്ടതായിട്ട് ഒരു പറയുന്നില്ല. അപ്പോൾ ഈ സ്റ്റോൺ അവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് യൂറിറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ ശരിക്കും കോളിക്ക് ഉണ്ടാകും. പക്ഷേ നമുക്ക് അതിന്റെ കാരണം അറിയുവാണെങ്കിൽ കോളിക്കിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഓപ്പറേഷൻ ചെയ്യേണ്ടതാണോ എന്നൊക്കെ നമുക്ക്, ഓപ്പറേഷൻ ചെയ്യേണ്ട കേസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ചെയ്യേണ്ടത് വളരെ കുറച്ച് കാര്യമുള്ളൂ. പലപ്പോഴും നമ്മൾ പേടിക്കുന്നത്, അയ്യോ ഡോക്ടറെ യൂറിറ്ററിൽ ഒരു 4 mm സൈസുള്ള സ്റ്റോൺ കിടപ്പുണ്ട്. അതാണ് എല്ലാവരുടെയും തലവേദന. കാരണം അത് സ്കാൻ ചെയ്തപ്പോൾ, CT സ്കാൻ ചെയ്തപ്പോൾ, അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അതുകൊണ്ട് കണ്ടുപിടിച്ചു. പിന്നെ ആ മനുഷ്യൻ അതുകൊണ്ടാണ് ജീവിക്കുന്നില്ല, മരിച്ചതിനൊക്കും.
അപ്പോൾ ഇതാണ് റീനൽ കോളിക് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് റീനൽ പെൽവിസിനെ കുറിച്ച് അല്പവും കൂടെ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ ആ റെഡ് കളറിൽ കാണുന്നത് തന്നെയാണ് റീനൽ പെൽവിസ്. അതിന് റെഡ് കളറാണുള്ളത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അതേ കളർ നിങ്ങൾ താഴത്തേക്ക് യൂറിറ്ററിലും ബ്ലാഡറിലും യൂറിത്രയിലും ഇതേ റെഡ് കാണാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാം എക്ടോഡേൺ ഡിറൈവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്? നിങ്ങൾക്ക് ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് സെറിബ്രൽ കോർട്ടെക്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. സെറിബ്രൽ കോർട്ടെക്സിന്റെ തന്നെ ടെമ്പറൽ ലോബാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് റൈറ്റ് സൈഡ് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. റൈറ്റ് ബ്ലാഡർ ഹാഫ്, റീനൽ പെൽവിസ്, യൂറിത്രൽ ഹാഫ്, യൂറിറ്റർ, പ്രോസ്റ്റാറ്റിക് ഡക്ട്സ്, ഇജാക്കുലേറ്റഡ്, അതെല്ലാം റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതിന് കാരണം ഇതിന്റെ എല്ലാം കേന്ദ്രം ആ ഒരിതാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പൊ ഇവിടെ സൈഡ് അഫിനിറ്റി ഉണ്ട്. ലെഫ്റ്റ് സൈഡ് ഈസ് കൺട്രോൾഡ് ബൈ ദി റൈറ്റ് ബ്രെയിൻ, റൈറ്റ് സൈഡ് ടിഷ്യൂസ് ആർ കൺട്രോൾഡ് ബൈ ദി ലെഫ്റ്റ് ബ്രെയിൻ. ഇത് വളരെ ആപ്ലിക്കബിൾ ആണ്, അത് നിങ്ങൾ മറന്നേക്കരുത്. അപ്പൊ ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. മെയിൽ ടെറിട്ടോറിയൽ മാർക്കിംഗ് കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്. കാരണം ടെറിട്ടറി ഈസ് മോർ കൺസേൺഡ് or male are more concerned with their territories. When the femininity of a female gets over അല്ലെങ്കിൽ gets down, എപ്പോഴാണ് അവർ മെനോപോസ് ആവുന്നു, അല്ലെങ്കിൽ അവരുടെ ഓവറി എടുത്തു കളയുന്നു, ഓപ്പറേഷൻ ചെയ്തിട്ട് ഓവറിയെ സപ്രസ് ചെയ്യുന്നു, മെഡിക്കേഷൻ കഴിക്കുന്നു, ഈസ്ട്രജൻ സപ്രസൻ ആയിട്ടുള്ള ഇത് ചെയ്യുന്നു. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ ഈസ്ട്രജൻ കുറയുകയും അവരുടെ ആൻഡ്രോജൻസ് അല്ലെങ്കിൽ മെയിൽ ഹോർമോൺസ് പ്രോമിനന്റ് ആവുകയും ചെയ്യും. ഇപ്പൊ ഫീമെയിൽ ആണെങ്കിൽ പോലും ഈ പറയുന്ന ഈ റീനൽ പെൽവിസ് അഫെക്ഷനോ സ്റ്റോൺസോ യൂറിത്രൽ അഫെക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഓർത്തോളുക, അവിടെ എല്ലാം ഈ ടെറിട്ടോറിയൽ എന്ന് നമുക്ക് ബ്രാക്കറ്റിൽ ഇടാം. മാർക്കിംഗ് കോൺഫ്ലിക്റ്റ് വളരെ. എന്താണ് മാർക്കിംഗ്? എൻ്റെ അതിർത്തി, എൻ്റെ വീട്, എൻ്റെ അടുക്കള, എൻ്റെ ബെഡ്, എൻ്റെ കര, അല്ല ഇപ്പോൾ ഒരു വാർഡ് മെമ്പർ ആണെങ്കിൽ എൻ്റെ വാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എൻ്റെ ഒരു MLA ആണെങ്കിൽ പറയാം എൻ്റെ അസംബ്ലി മണ്ഡലം, അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്റർ ആണ് പറയാം എൻ്റെ സംസ്ഥാനം എന്നൊക്കെ പറയാം. അതാണ് നമ്മുടെ ടെറിട്ടറി. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ എൻ്റെ കുടുംബം എൻ്റെ ടെറിട്ടറിയായി, ഇന്ന കല്ല് മുതൽ ഇത്ര ലീൻസ് എൻ്റെ സ്ഥലം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ എങ്ങനെ ഉപബോധ മനസ്സിലുണ്ട്. അതാണ് നമ്മുടെ ടെറിട്ടറി. അപ്പോൾ ഇത് വിൽക്കുന്നതിനെ കുറിച്ച്, ഇത് വാങ്ങുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ അതിർത്തിയിലേക്ക് ആരെങ്കിലും ഇടിച്ചു കയറുന്നതിനെ കുറിച്ച് ഇൻക്ലൂഡ് ചെയ്യുക. ഇതൊരു പേഴ്സണൽ ലെവലിലും വരാം. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യയുടെ മേലെ വേറൊരാൾ നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ടെറിട്ടോറിയൽ ഇൻട്രൂഷനാണ്, അല്ലെങ്കിൽ ടെറിട്ടോറിയൽ മാർക്കിംഗ് കോൺഫ്ലിക്റ്റ് ചിലപ്പോൾ വന്നേക്കാം. ഇതൊക്കെ ധാരാളം കേസുകൾ എനിക്ക് പറയാനുണ്ട്. കാരണം ഇത് പഠിച്ചതിന് ശേഷം ആ രീതിയിലല്ലാതെ ഞാൻ ഒരു കേസും കാണാറില്ല. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ UTI അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസ്, ബിക്കോസ് ഇറ്റ് ഈസ് എ ന്യൂ ബ്രെയിൻ ഒറിജിൻ ആയതുകൊണ്ട്, എക്ടോഡേം ഡിറൈവ്ഡ് ആയതുകൊണ്ട്, കൺട്രോൾഡ് ബൈ ദി സെറിബ്രൽ കോർട്ടെക്സ് ആയതുകൊണ്ട്, ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി ലെസ് എമൗണ്ട് ഓഫ് ഡിസ്റ്റർബൻസ്. അതുകൊണ്ട് അതിന് നമ്മൾ ഇങ്ങനെ പറയും ഔട്ടർ സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേൺ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി ലെസ് സിംറ്റംസ്. ആ ഒരു നംനെസ് ആണ്. ജസ്റ്റ് ലൈക്ക് അവർ സ്കിൻ എപ്പിഡെർമിസ് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി എ നംനെസ് ഓൺലി. ബട്ട് ഡ്യൂറിങ് ദി ഹീലിംഗ്, വാട്ട് ഈസ് ഹീലിംഗ്? അതിന് നമ്മൾ പല പേര്, അലർജിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും, എട്ടോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും, സോറിയാസിസ് എന്ന് പറയും, എക്സിമ എന്ന് പറയും. ധാരാളം പേരുകളിൽ പറയുന്ന എല്ലാം ഹീലിംഗ് ആണ്. ആ ഹീലിംഗ് സ്റ്റേജിലാണ് നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി നമുക്കൊരു ഹൈപ്പോ സെൻസിറ്റിവിറ്റി ആണ്. ഡ്യൂറിങ് ഹീലിംഗ് ദർ ഈസ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയാണ് കിഡ്നിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ പൈലൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് നടക്കുന്നു, സ്വെല്ലിംഗ് ഉണ്ടാകുന്നു, ഒബ്സ്ട്രക്ഷൻസ് വരുന്നു, സിവിയർ പെയിൻ എല്ലാം വരുന്നു. ഇനി നമുക്ക് കുറച്ച് ആ ട്രൈഗോണിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞ നിറമായതുകൊണ്ട് തന്നെ അതിൻ്റെ സോഴ്സ് ഓഫ് ഒറിജിൻ എൻഡോഡേം ഡിറൈവ്ഡ് ആയിട്ടാണ്. അതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ സ്റ്റെം ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു കോൺസെൻട്രിക് സർക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബ്ലാഡർ, സബ്മ്യൂക്കോസ ഓർ ട്രൈഗോൺ. അപ്പോൾ ആ ട്രൈഗോൺ മാത്രമാണ് ആ മഞ്ഞ നിറത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ആ ഒരു പർട്ടിക്കുലർ, ഇവിടെ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് അങ്ങനെയൊന്നുമില്ല. ട്രിഗോൺ ഈസ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ center, brain center that is in the left hemisphere of the brain. അപ്പം ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു ദാറ്റ് ഈസ് വെരി നിയർ ടു ദി റെക്റ്റം, വെരി നിയർ ടു സിഗ്മോയിഡ് കോളൻ, വെരി നിയർ ടു ദി ഏനസ്. അവിടെയൊക്കെയുള്ള ഒരു കോമൺ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതിനൊരു അഗ്ലി കോൺഫ്ലിക്റ്റ്, ഡർട്ടി കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ യൂറിൻ ഈസ് യൂസ്ഡ് ഫോർ
മാർക്കിംഗ് അവർ ടെറിട്ടറി. അപ്പോൾ ആ ടെറിട്ടറിയിൽ ഒരു ഡേർട്ടി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡേർട്ടി കോൺഫ്ലിക്റ്റ്, അഗ്ലി കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഇൻഡൈജസ്റ്റബിൾ മോർസൽ മഞ്ഞ നിറമുള്ളതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അതിൽ മോർസൽ കോൺഫ്ലിക്ട്സ് ആണ്. സംതിങ് ഹാസ് ഗോൺ ഇൻ ടു മൈ സിസ്റ്റം ബട്ട് ദാറ്റ്സ് എ ഡേർട്ടി ബിസിനസ് ഓർ ഡേർട്ടി ഡീൽ ദാറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ഡൈജസ്റ്റഡ്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ പറയുന്ന ബ്ലാഡറിന്റെ ട്രൈഗോൺ അവിടെ അഫക്ഷൻ വരും. അപ്പോൾ അവിടെ മഞ്ഞ നിറമായതുകൊണ്ട്, അല്ലെങ്കിൽ എൻഡോഡൈൻ ഡിറൈവ്ഡ് ആയതുകൊണ്ട്, ബ്രെയിൻ സ്റ്റം കൺട്രോൾ ആയതുകൊണ്ട്, ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ്. അവിടെ ചിലപ്പോൾ ഒരു കോളിഫ്ലവർ ലൈക്ക് ഒരു ഗ്രോത്ത് ഉണ്ടായേക്കാം. ആ ഗ്രോത്തിനെയാണ് അവർ കിഡ്നി ക്യാൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ ധാരാളം കിഡ്നി ക്യാൻസറുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെയെല്ലാം ഈ ഡേർട്ടി ടെറിട്ടറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡേർട്ടി കോൺഫ്ലിക്റ്റ് ഒക്കെ ഉള്ള യൂറിൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായത്. ജസ്റ്റ് ലൈക്ക് അവർ ഷിറ്റും നമ്മുടെ ടെറിട്ടറി മാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. അതായത് ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് മൈ ടെറിട്ടറി, ഇത് എൻ്റെ സ്ഥലമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മൃഗങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് യൂറിൻ, അല്ല ഷിറ്റ്, പൂപ്പ്, എക്സ്ക്രീറ്റ, സ്റ്റൂൾ പാസ് ചെയ്തിട്ട് നമ്മളത് നമ്മുടേതായിട്ട് കാണിക്കും. അതൊരു അനിമൽ നേച്ചറാണ്, അത് മനുഷ്യരിലും ഉണ്ടെന്നാണ് ഡോക്ടർ ഹാമർ പറയുന്നത്. കാരണം ഡോക്ടർ ഹാമർ ഗീവ്സ് ഓൾ ദീസ് GHK ബേസ്ഡ് ഓൺ എംബ്രിയോളജിക്കൽ നോളജ് ആൻഡ് എവല്യൂഷണറി നോളജ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകും ഹൗ ബ്യൂട്ടിഫുൾ ഈസ് GHK റെവലേഷൻ ബൈ ഡോക്ടർ ഹാമർ. ഇത് പഠിക്കാതെ നിങ്ങളൊരു ഡോക്ടർ ആവരുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. നിങ്ങൾ പഠിച്ചേ തീരും. പഠിക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ മാത്രമാണ് ഇവിടെ ഞാൻ ശ്രമിക്കുന്നത്, അല്ലാതെ പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങളാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഒരു പാട്ടുകാരനാകണമെങ്കിൽ എല്ലാം പഠിപ്പിക്കാൻ പറ്റത്തില്ല. വീട്ടിൽ പോയിരുന്ന് സാധകം ചെയ്യും. അപ്പം നമ്മളിപ്പോൾ തൽക്കാലം ചൊവ്വാഴ്ചകളാണ് എൻ്റെ ക്ലാസ് നടക്കുന്നത്. ഈ ഒരാഴ്ച നിങ്ങൾക്ക് ലേണിംഗ് GNM-ൽ പോയാൽ അറിയാം അടുത്ത ആഴ്ച ഏതാണ് ക്ലാസ്. അത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സ് ഡോക്ടർ അനിത അധികം താമസിയാതെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഇടും, അത് പഠിക്കുക. ഇനി ഇതെല്ലാം ഓൾറെഡി ഞങ്ങളുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ GSK എന്ന് പറയുന്ന വെബ്സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ ലേണിംഗ് GNM വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ പഠിക്കാനായിട്ട് ഒരു മാർഗ്ഗമില്ലെന്ന് ആരും പറയണ്ട. പഠിക്കാനുള്ള മടി മാത്രമേ നിങ്ങൾക്കുള്ളൂ. പഠിക്കാനുള്ള മാർഗ്ഗമുണ്ട്. നിങ്ങൾ പഠിച്ചേ തീരൂ. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും. കാരണം നിങ്ങൾ എന്നെ ശ്രമിക്കുന്നവർ പോലും കാണും, എന്നായിരുന്നു പോയോ ഡോക്ടർ പറയുന്നത് കിഡ്നിയെ കുറിച്ചാണ്, എൻ്റെ ക്രിയാറ്റിൻ കൂടിയിരിക്കുന്നത്, അതൊന്നും അറിയട്ടെ, അല്ലെങ്കിൽ എൻ്റെ യൂറിക് ആസിഡ് ഇച്ചിരി കൂടുതലാണ്, അല്ലെങ്കിൽ ആൽബുമിൻ ഇച്ചിരി കൂടുതലാണ്, അതെന്താ കാരണം ഒന്ന് അറിയട്ടെ. ഇന്ന് എനിക്ക് ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന ഒരാളുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഫ്രീക്വന്റ് യൂറിനേഷൻ്റെ കാരണം എന്താണ്, ബാംഗ്ലൂരിൽ നിന്നും, പേര് പറയുന്നില്ല, അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു യു കം ആൻഡ് അറ്റൻഡ് ടുഡേസ് ക്ലാസ്. എന്താണ് ഫ്രീക്വന്റ് യൂറിനേഷൻ? ഇനി വേറൊരു തരം യൂറിനേഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞു ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചും കൂടെ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ തെരഞ്ഞു ഇവിടെ ഒരു ഇൻഡൈജസ്റ്റബിൾ മോർസൽ, സംതിങ് ഡേർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്സ് ഡേർട്ടി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ പലരുടെയും കൺസെപ്റ്റിൽ അത് അങ്ങനെയാണെങ്കിൽ ഒരു ഡേർട്ടി സെക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സംബഡി ട്രൈഡ് ടു മോളസ്റ്റ് മൈ സിസ്റ്റർ, മൈ വൈഫ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതിൻ്റെ അകത്തൊരു ഡേർട്ടി എലമെന്റ് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡേർട്ടി ബിസിനസ്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കേണ്ട കാര്യം ബ്യൂട്ടിഫുൾ ആയിട്ട് നടന്നില്ലെങ്കിൽ അത് ഡേർട്ടി ബിസിനസ് തന്നെ അല്ലേ. ഞാൻ പലപ്പോഴും പേഷ്യൻസിനോട് ഈ വൃത്തികെട്ട ഒരു കാര്യം അത് ബ്യൂട്ടിഫുൾ ആകുന്നത് അതിൻ്റെ ബയോളജിക്കൽ മീനിങ്ങിൽ നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് പോകുമ്പോൾ മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അപ്പോൾ ഡേർട്ടി ഡീൽ, ഡേർട്ടി സെക്സ്, ഡേർട്ടി ഫാമിലി റിലേഷൻസ്, ഫാമിലി സിറ്റുവേഷൻസ്, ഇതെല്ലാം ഇവിടെ ബ്ലാഡറിൽ ട്യൂമേഴ്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ആട്ടെ, ഇതിലൊരു സൈക്കിക് റീസൺസ്, ബയോളജിക്കൽ റീസൺ ഉണ്ടെന്നെങ്കിലും എന്നെ ശ്രമിക്കുന്ന ഇന്ന് ആദ്യമായിട്ട് വന്നുള്ളവർ കേട്ടിട്ട് പോവുക, പോയിരുന്ന് എല്ലാം പഠിക്കാം. ഇതൊന്നും സീക്രട്ട് അല്ല, ഇതൊന്നും എൻ്റെ കണ്ടുപിടുത്തമല്ല, ഞാൻ പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും പറഞ്ഞുള്ള 2008 ഞാൻ കേട്ടതാണ്, പക്ഷേ 2013 മുതലാണ് ഞാൻ പഠിച്ചത്. ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കുറേ മണിക്കൂറുകൾ കളയാറില്ല, പഠിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് 1 മണിക്കൂറിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഹീൽ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ബിക്കോസ് ഇറ്റ് ഈസ് ബ്ലാഡർ ട്രൈഗോൺ ആയതുകൊണ്ട്, യെല്ലോ ആയതുകൊണ്ട്, ഡ്യൂറിങ് ഹീലിങ്ങിൽ എന്തൊക്കെ സംഭവിക്കും? അവിടെ ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ട്യൂബർക്കുലർ ബാസിലസ് അവിടെ ഉണ്ടാവും, ഫംഗസ് ഉണ്ട്. സോ ദാറ്റ് യെല്ലോ പോർഷൻ അത് ഫിഗറേറ്റീവ് ആണ്, അല്ലാതെ നമ്മൾ പോകുമ്പോൾ അവിടെ യെല്ലോ കളർന്ന് കാണണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ അവിടെ കാണുന്നത് വൈറ്റ് ഫംഗസ് ആയിരിക്കും. എന്തുകൊണ്ട്? ഫംഗസ് വിൽ കം ദർ in order to take away the debris of it. അപ്പം നമ്മൾ അതിൻ്റെ പഴുപ്പായിട്ട് നമ്മൾ പറയും, മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോകുന്നതായിട്ട് കാണും. അപ്പോൾ അത് ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ചെയ്തു. എന്തുകൊണ്ട്
എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. ആരും പഠിക്കുന്നില്ല. ഒരു കിഡ്നി സ്പെഷ്യലിസ്റ്റും പോകുന്നില്ല, ഒരു റീനൽ സ്പെഷ്യലിസ്റ്റും പോകുന്നില്ല. നമ്മൾ കിഡ്നി എല്ലാം കിഡ്നി. കാരണം കിഡ്നിയെ മൊത്തത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, പല ടിഷ്യൂസ് എല്ലാം കൂടെ കൂടുന്നതാണ് ടിഷ്യൂ എന്ന് പറയുന്ന പോലെ ഒരു റീനൽ സ്പെഷ്യലിസ്റ്റും അല്ലെ കിഡ്നി സ്പെഷ്യലിസ്റ്റും ഈ രീതിയിൽ അതിൻ്റെ സൈക്കിക് ഒറിജിൻ ഓഫ് ഡിസീസിനെ കുറിച്ച് പഠിക്കുന്നില്ല. ടിഷ്യൂ അവർ പറയും, സ്കാൻ ചെയ്തു അല്ലെങ്കിൽ ബയോപ്സി എടുത്തു, പിന്നെ കുത്തിയെടുത്ത് പരിശോധിക്കലൊക്കെ ചെയ്യുമ്പോൾ ഏത് ടിഷ്യൂ ആണെന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷെ അതിൻ്റെ കോൺഫ്ലിക്റ്റ് ആയിട്ട് ടച്ച് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. Now we are going further to bladder mucosa. ബ്ലാഡർ മ്യൂക്കോസ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളതാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി റെഡ് ആണെന്ന് പറഞ്ഞു. അത് കണ്ടിന്യൂസ് ടു ദി യൂറിത്ര. ഇവിടെ സെയിം കോൺഫ്ലിക്റ്റ് ആണ്. അതായത് കാലിക്സ് ഓഫ് ദി കിഡ്നി അല്ലെങ്കിൽ റീനൽ പെൽവിസിലുള്ള കിഡ്നി, യൂറിറ്ററിലുള്ളത് യൂറിത്ര, സെയിം കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ എന്താണ് കോൺഫ്ലിക്റ്റ്? ടെറിട്ടോറിയൽ ഇൻവേഷൻ അല്ലെങ്കിൽ ഇൻട്രൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ ടെറിട്ടറിയിൽ ആരോ കടന്നു കയറുന്നു. ഇതാണ് ഇതിൻ്റെ. ഇപ്പോൾ ബ്ലാഡറിലേക്ക് വരുമ്പോൾ ഒറിജിനൽ കിഡ്നിയിൽ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിനാണ് നമ്മൾ സെക്ഷുവൽ സ്പേസ് ഇൻട്രൂഷൻ, ഇൻവേഷൻ. അതായത് നമ്മളുടെ ഒരു പാർട്ട്ണറുമായിട്ട് നമ്മൾ ഭംഗിയായിട്ട് ജീവിച്ചു പോകുമ്പോൾ ഇതിലേക്ക് വേറെ ആരെങ്കിലും കടന്നു വരിക, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ സ്പൗസ് വേറെ എങ്ങോട്ടെങ്കിലും പോവുക, താല്പര്യം അങ്ങോട്ടേക്കാവുക. ഇതെല്ലാം നമ്മളെ ഡേർട്ടി കോൺഫ്ലിക്റ്റിലേക്കും ഡേർട്ടി ടെറിട്ടോറിയൽ സെക്ഷുവൽ സ്പേസ് ഇൻട്രൂഷൻ ഇൻവേഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യത. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏരിയ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാനും പ്രോബ് ചെയ്യാനും സാധിക്കും. അങ്ങനെ നമുക്ക് കൃത്യമായ കാര്യത്തിലേക്ക് ചെല്ലാൻ പറ്റും. അത് ചെന്നിട്ട് എന്താ കാര്യം, ഇത് അറിഞ്ഞിട്ട് എന്താ കാര്യം, അതിന് മരുന്ന് വേണ്ടേ എന്ന് ചോദിച്ച് തുടങ്ങും. ഉടനെ എല്ലാവരും ആ മരുന്നിന് പകരമായിട്ട് നിങ്ങൾ ആ ബയോ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. ഇത് ബാക്കി എല്ലാ ശരീരം നമുക്കിട്ട് അനുകൂലമായിട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ള ബോധ്യമാവുക. യു അണ്ടർസ്റ്റാൻഡ് മദർ നേച്ചർ, യു അണ്ടർസ്റ്റാൻഡ് ദി ക്രിയേറ്റർ God who designed all these things. All these are programs in GHK, not diseases. We don't use the terms like pathology, disease. പിന്നെ പത്തോളജി എന്നും ഡിസീസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാർക്ക് ഇരിക്കപ്പെടുന്നില്ല. ഏത് മെഡിസിനാണ് കിഡ്നി ക്യാൻസറിന്, ഏത് മെഡിസിനാണ് UTIക്ക്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് ചോദിച്ചാലേ നമുക്ക് സമാധാനമുള്ളൂ. പിന്നത്തെ CME മെഡിക്കൽ എഡ്യൂക്കേഷൻ ആ രീതിയിലാണ്. ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ ബയോ സ്വിച്ച് ചെയ്ത് ഓഫ് ചെയ്താൽ മതി. വെയിറ്റ് that all debris will be discharged through urethra. ബോഡി എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. അതെല്ലാം പുറത്തേക്ക് പോകും. നമ്മളിത് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച്. ഓക്കെ, ഇപ്പൊ UTI എന്ന് സാധാരണ അറിയപ്പെടുന്നത് മിക്കവാറും യൂറിനറി അല്ലെങ്കിൽ ബ്ലാഡർ മ്യൂക്കോസയിലുള്ളതാണ്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ടെറിട്ടോറിയൽ മാർക്കിംഗ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് തന്നെയാണ് സിസ്റ്റൈറ്റിസ്. ബ്ലാഡറിൽ ഇൻഫർമേഷൻ വന്നു സിസ്റ്റൈറ്റിസ്, യൂറിത്രയിൽ ഇൻഫെക്ഷൻ വന്ന് യൂറിത്രൈറ്റിസ്. ഓരോ പേര് കൊടുക്കുക, പിന്നെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക, എന്നിട്ട് ആൻറ്റിബയോട്ടിക്സിൻ്റെ ബാഡ് എഫക്ട്സ് കൊണ്ട് പിന്നെ പോവുക. അയാളുടെ മനസ്സിൽ എങ്ങാനും ക്യാൻസർ എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ കൊറി ഇട്ടിട്ട് ഇന്നത്തെ ഫാഷനാണ്. നിങ്ങൾ ലാബ് റിപ്പോർട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആരാ തീരുമാനിക്കുന്നത്? തേർഡ് സ്റ്റേജ് അത് ബയോപ്സിയുടെ സൈസാണ് തീരുമാനിക്കുന്നത്. That all depend upon the intensity of the conflict. അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് ദി കോൺഫ്ലിക്റ്റ് ആണ് നമ്മളെ ഒരു പ്രത്യേക സൈസിലേക്ക് പോകുന്നത്. ആ സൈസാണ് ക്യാൻസർ ആണോ അല്ലെ മലിഗ്നൻസി ആണോ ബിനൈൻ ആണോ എന്ന് സാറുമാരെ കൊണ്ട് തീരുമാനിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. യെസ്, യുവർ കോൺഫ്ലിക്റ്റ് ഈസ് വെരി ഇൻറ്റൻസ് ആൻഡ് ദെർഫോർ യു വിൽ ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി വേ. അതിൻ്റെ അത് പുറത്ത് കിടക്കാൻ വേണ്ടിയുള്ള മാർഗം നിങ്ങൾ കാണണമെന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇന്റേണൽ ബ്ലാഡർ സ്ഫിങ്ക്ടറും എക്സ്റ്റേണൽ ബ്ലാഡർ സ്ഫിങ്ക്ടറും ഉണ്ട്. ഇന്റേണൽ നിങ്ങൾ ആ പടത്തിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണുന്ന പോലെ മോള് ഭാഗത്തുള്ളതാണ്. ഇത് ഓട്ടോമാറ്റിക്കലി ഉള്ളതാണ്. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ വലിയ വോളണ്ടറി ഒളീഷൻ നടക്കുന്നില്ല, നമുക്കധികം കൺട്രോളില്ല. അല്ലാതെ തന്നെ നിങ്ങൾ എന്നെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആരും മൂത്രം ഒഴുകി പോകുന്നില്ല. കാരണം ഇറ്റ് ഈസ് ഓൾറെഡി കൺട്രോൾ. ഞാനിപ്പോൾ മീറ്റിംഗ് കൂടുകയാണ്, വർഗീസ് ഡോക്ടറുടെ ക്ലാസ് കൂടുകയാണ്, 43 പേരിരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് മൂത്രം ഒഴിക്കാനുള്ള സ്ഥലമല്ല. അതെല്ലാം കഴിയുമ്പോൾ ഞാൻ മൂത്രം ഒഴിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ, സൈക്കിക് ബ്രെയിനിൽ നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് അടുത്തതിലേക്ക് ഞാൻ വരാം. എക്സ്റ്റേണൽ സ്ഫിങ്ക്ടറിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഇന്നബിലിറ്റി ടു മാർക്ക് അവർ ടെറിട്ടറിയാണ്. അപ്പോൾ അവിടെ സ്ഫിങ്ക്ടർ മാത്രം പഠിക്കുമ്പോൾ അത് ബിക്കോസ് ഇറ്റ് ഈസ് എ മീസോഡം, അതിൻ്റെ അകത്തൊരു ഒരു ഫങ്ഷൻ ഓഫ് സ്റ്റക്ക് ഫീലിംഗ് ഉണ്ട്, ഒരു മോട്ടോറിങ് അല്ലെങ്കിൽ മൂവ്മെന്റ് ആക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ബ്ലാഡർ മസിൽ എന്ന് പറയുകയും അത് ന്യൂ മീസോഡമിന്റെ ഭാഗമായിട്ട് I am not able to mark my place. എൻ്റെ മാർക്ക്, എൻ്റെ വീട്ടിലുള്ള എൻ്റെ സ്ഥാനം. ഇത് പലപ്പോഴും ജീറിയാട്രിക്സിൽ പല വയസ്സന്മാരെ വയസ്സായില്ലേ ഇപ്പൊ മൂത്രമൊന്നും പിടിച്ചാൽ നിൽക്കത്തില്ല. അങ്ങനെയല്ല. ഹി ഈസ് നോട്ട് എൻജോയിങ് ഹിസ് ടെറിട്ടറി എന്നാണ് അതിൻ്റെ അർത്ഥം.
എൻ്റെ വീട്ടിൽ, എൻ്റെ മുറി, എൻ്റെ വീട്, എൻ്റെ അംഗീകാരം, മക്കൾ എനിക്ക് തരുന്ന അംഗീകാരം, ഭാര്യ എനിക്ക് തരുന്ന അംഗീകാരം, ഇത് നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇയാളുടെ ഈ മൂത്രത്തിലുള്ള ഇന്റേണൽ കൺട്രോൾ പോലും പോകും. പിന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കൺട്രോൾ നമ്മൾ അടുത്തതിൽ പറയാം, അതും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി മസിൽ നെക്രോസിസ്, ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രം ദി മീസോഡേം, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തേർഡ് ടൈപ്പ് ന്യൂ മീസോഡേമിൽ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി സെല്ലുലാർ ഡിസ്ട്രക്ഷൻ, ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി സെൽ വിൽ ബി സ്ട്രെങ്തൻഡ് ബൈ ഇൻക്രീസ് ഓഫ് ദി സൈസ്. അപ്പോൾ സ്ട്രെങ്തൻ ചെയ്യുമ്പോഴത്തേക്ക് വിൽ ബി മോർ. ഇതാണ് പർപ്പസ്, ഇതാണ് ബയോളജിക്കൽ പർപ്പസ് ഓഫ് ദി നേച്ചർ. ബട്ട് അൺനോയിങ്ലി ഓർ ഇതറിയാതെ നമ്മൾ ഉടനെ പോയി ഇതിന് ഏതാ മരുന്ന് പറഞ്ഞാൽ അത് ന്യൂറോ ബയോൺ കഴിക്കണം, നിങ്ങളുടെ നെർവസ് സിസ്റ്റം തകരാറാണ്, ഒന്നുമില്ല. ഈ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനം നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് നമ്മുടെ എന്താ പറയുക, മദർ നേച്ചേഴ്സ് ഡിസൈൻ ആൻഡ് ഗോഡ്സ് പ്ലാൻ, പ്രോഗ്രാം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ മസിൽ നെക്രോസിസ് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരാലിസിസ് ഉണ്ടാകും, അതാണ് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാകും. ഹീലിംഗ് ഫേസ് ആയി കഴിയുമ്പോൾ നമ്മുടെ മസിൽ റീകൺസ്ട്രക്ഷൻ വരും, നമ്മൾ കൂടുതൽ സ്ട്രോങ് ആകും. നമുക്ക് അവിടെ അതിൻ്റെ സ്പാസം, എപ്പിലെപ്റ്റോഡ് ക്രൈസിസിലാണ് സ്പാസം ഉണ്ടാകുന്നതെന്ന് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ സ്പാസം ഉണ്ടാവും, അവിടെ എന്തോ ഒരു സ്പാസ്മാറ്റിക് അല്ലെങ്കിൽ ഒരു ക്രാമ്പി സെൻസേഷനൊക്കെ നമുക്കുണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് പെയിൻഫുൾ യൂറിനേഷൻ ഉണ്ടാകും. ഇത് പലപ്പോഴും ബെഡ് വെറ്റിങ്ങിൽ നടക്കുന്ന ഒരു സംഗതിയാണ്. ബെഡ് വെറ്റിങ് എന്നെ ശ്രമിക്കുന്ന കുറേ പേരെങ്കിലും അവരുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ബെഡ് വെറ്റിങ് കാരണമുണ്ട്. അത് യൂറിനറി ബ്ലാഡർ മസിൽസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ അംഗീകാരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്നെ ആരും അംഗീകരിക്കുന്നില്ല. അതാണ് ആ ഒരു ഞാൻ പറഞ്ഞത് കോൺഫ്ലിക്റ്റ്. ഐ ആം അൺഎബിൾ ടു മാർക്ക് മൈ പ്ലേസ്, ഞാൻ ഐഡന്റിറ്റി പ്രശ്നം വരും അതിൻ്റെ അകത്ത്. അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ബെഡ് വെറ്റിങ്, അപ്പോൾ ഒരു പുതിയ ബന്ധു വീട്ടിൽ പോയി രാത്രി ഉറങ്ങാനായിട്ട് പോയി. വളരെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല, അവിടുത്തെ ആ വീടും ബെഡിങ്ങും കോട്ടും സൗകര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആരാ, ഞാൻ ഒരു ദിവസത്തേക്ക് കിടക്കാൻ വന്നതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്ന് രാത്രി അയാൾ ബെഡ് നനച്ചിട്ടേ പോകത്തുള്ളൂ ചിലരും. അപ്പോൾ എന്താണ് ബെഡ് വെറ്റിങ് അറിയാതെ. അത് കുട്ടികൾ പലപ്പോഴും അമ്മയും അച്ഛനും കൂടെ കുട്ടിയെ പിടിച്ച് ഫോഴ്സ് ചെയ്തിട്ട് വേറൊരു ബെഡെ കൊണ്ടുപോയി കിടത്തുമ്പോഴത്തേക്കും മൂത്രം ഒഴിക്കുന്നു അറിയാതെ. നേരെ വെളുക്കാനാകുമ്പോഴാണ് ഹീലിംഗ് സ്റ്റേജിലാണ് നടക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ പെൽവിക് ഫ്ലോർ വീക്ക്നെസ്, അതും ഇതിൻ്റെ ഒരു ഇഫക്റ്റ് ആയിട്ട് വരാം. അഡ്രിനൽ ഗ്ലാൻസിനെ കുറിച്ച് വളരെ സ്പീഡിൽ പോകാം, സമയം കഴിഞ്ഞിരിക്കുകയാണ്. അഡ്രിനൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ പടം നിങ്ങൾ മറന്നേക്കരുത്. അഡ്രിനൽ കോർട്ടെക്സിന്റെ കളറ് എന്താണ്? ഓറഞ്ച് ആണ് കളർ. യെസ്, നിങ്ങൾക്ക് കിഡ്നിയുടെ മുകളിൽ വെച്ചിരിക്കുന്ന തൊപ്പി പോലെ ഇരിക്കുന്ന സാധനമാണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതിന് കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഔട്ടർ കവറിങ്, അതിനാണ് ഓറഞ്ച് കളർ ഉള്ളത്. ഇൻവിലുള്ള മഞ്ഞ നിറമാണ്, അതിനെയാണ് നമ്മൾ അഡ്രിനൽ മെഡുല എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രിനൽ കോർട്ടെക്സ് ആണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ജേം ലെയർ ഞാൻ പറഞ്ഞു, അത് ഓറഞ്ച് ആയതുകൊണ്ട് തന്നെ ന്യൂ മീസോഡേം ആണ്. അത് കോൺഫ്ലിക്റ്റ് എക്സിസ്റ്റൻഷ്യൽ സെൽഫ് ഡീവാലുവേഷൻ ആണ്. എല്ലാ മീസോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂവിൻ്റെയും കോൺഫ്ലിക്റ്റ് സെൽഫ് ഡീവാലുവേഷൻ ആണ്. എക്സിസ്റ്റൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസ്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ്, നമ്മുടെ റീറ്ററേറ്റിംഗ് അവർ ഓൺ പൊസിഷൻ ഇൻ ദ ഫാമിലി, ഇൻ ദ സൊസൈറ്റി, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എക്സിസ്റ്റൻഷ്യൽ സെൽഫ് ഡീവാലുവേഷൻ. പിന്നെ ഹീലിംഗ് സ്റ്റേജിൽ എന്ത് സംഭവിക്കും? നമുക്ക് ക്ഷീണമുണ്ടാകും, റെസ്റ്റ് എടുക്കണമെന്ന് തോന്നും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അഡിസൻസിലേക്ക് നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ കാരണത്തെക്കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു. ഇനി അഡ്രിനൽ മെഡുല, മഞ്ഞ നിറത്തിലുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ അത് മഞ്ഞ നിറം കൊണ്ട് തന്നെ മനസ്സിലാക്കണം, അത് എൻഡോഡേം ഡിറൈവ്ഡ് ആണ്, ബ്രെയിൻ സ്റ്റെം കൺട്രോൾഡ് ആണ്. യു ക്യാൻ സീ ഹിയർ ബ്രെയിൻ സ്റ്റെം. ഇവിടെ മഞ്ഞ നിറത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, അതുകൊണ്ടാണ്. സോറി. ഇതാണ് അഡ്രിനൽ മെഡുല കൺട്രോൾ ചെയ്യുന്നത് അവിടെ 2 സ്ഥലത്തുണ്ട്. അതിന്റെ ലെഫ്റ്റ് അഡ്രിനലും റൈറ്റ്. കിഡ്നി 2 അവയവമാണ്. ഒറിജിനലി ഒന്നായിരുന്നു, അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ്. ചില കേസിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാത്ത കിഡ്നി ഉണ്ട്, അങ്ങനെ അതിന് നമ്മൾ ഹോഴ്സ് ഷൂ കിഡ്നി എന്ന് പറയും. അപ്പോൾ ഈ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 2 കിഡ്നി ആയിട്ട് വന്നത്. എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ് വരുന്നതാണ്. അങ്ങനെ ആകാത്ത കേസുകളിലും ഈ പറയുന്ന ലെഫ്റ്റ് അഡ്രിനൽ മെഡുല കൺട്രോൾഡ് ബൈ ദി റൈറ്റ്സ്, ഇങ്ങനെ നമ്മൾ ലാറ്ററൽ കൺട്രോളിങ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാം ഒന്നും ക്ലിയറായി എല്ലാവർക്കും മനസ്സിലായി എന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഇന്നത്തെ ഈ 1 മണിക്കൂർ ക്ലാസ് നിങ്ങൾക്ക്
കിഡ്നിയെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള പ്രചോദനമാകണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ എല്ലാം പഠിപ്പിച്ചു തരാമെന്നുള്ള ഒരു പ്രോമിസ് ഞാൻ തരുന്നില്ല. അങ്ങനെ നടക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ഓർഗൻസ് ഉണ്ട്. ഞാനും ഡോക്ടർ ശശിയും കൂടെയാണ് ഈ മലയാള ക്ലാസ്സുകൾ എടുക്കുന്നത്. ഡോക്ടർ ശശിയുടെ പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് അത് ഈ ആഴ്ച നടക്കത്തില്ല. 1-2 ആഴ്ച കഴിയും അദ്ദേഹം വീണ്ടും തിരിച്ചു വരാനായിട്ട്. അതുവരെ ചൊവ്വാഴ്ചകളിലുള്ള ക്ലാസ് മുടങ്ങാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. അപ്പം നിങ്ങൾ പോസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കാണുന്നവർ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, സമയമുള്ളവർ, കാണാൻ സാധ്യതയുള്ളവർ. കാരണം അവസാനം ഈ നമ്പറെല്ലാം കൂടും. ഇന്നത് 41 പേര് ഇപ്പോഴും ഈ അവസാന സമയവും ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ധാരാളം പേരെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള തെളിവാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഗ്ലോബൽ GSK അല്ലെങ്കിൽ ഗ്ലോബൽ GNM എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ധാരാളം വിസിറ്റേഴ്സ് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വെബ്സൈറ്റിൽ ഓൾമോസ്റ്റ് 60 കൺട്രീസിൽ നിന്നുള്ള വിസിറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ട് പറയുകയാണ്. ഞാൻ ഒരിക്കലും ഓർത്തില്ല എൻ്റെ ഒരു വീഡിയോ 751 പേര് കണ്ടിട്ടുണ്ട് ഇന്ന് വരെ. ഞാൻ ഇപ്പം ഒന്ന് നോക്കി, 751 പേര് ഇൻ റിലേഷൻ ഞങ്ങളെ ഇനോഗ്രൽ ആയിട്ട് നടത്തിയ സ്പീച്ച് അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അത്രയും പേര് കാണുന്നുണ്ട്. നമുക്ക് 750 പേരെ അല്ലെങ്കിൽ 700 പേരെ സംഘടിപ്പിച്ചൊരു ഫിസിക്കൽ സെമിനാറൊക്കെ നടത്താന്ന് പറഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് യാതൊരു ചെലവും കൂടാതെ നിങ്ങൾക്ക് GNM പഠിക്കാനായിട്ട് ഓപ്പൺ ചെയ്യണം. ഇവിടെ നിങ്ങളോട് യാതൊരു പണവും മേടിക്കുന്നില്ല. നിങ്ങൾക്ക് യാതൊരു പണം മുടക്കാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ധാരാളം മാർഗങ്ങളുണ്ട്. നിങ്ങൾ അല്പം കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വെറും 2500 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ട് തരുവാണ്. ഫ്രീ എന്ന് ഞാൻ പറയുകയാണ്, തരുവാണ്. നിങ്ങൾ എല്ലാ പെയ്ഡ് വെബിനാർസും അറ്റൻഡ് ചെയ്യുക. എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ബുധനാഴ്ചകളിലും ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ട് ബൈ ഇന്റർനാഷണൽ ടീം ഓഫ് ഫാക്കൽറ്റി. ഗ്ലോബൽ GSK വളരെ മനോഹരമായിട്ടുള്ള, എന്നെ ശ്രമിക്കുന്ന ഭൂരിപക്ഷം പേര് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആണെന്നറിയാം. അപ്പോൾ GSK ബേസ്ഡ് ഹോമിയോപ്പതി മാസ്റ്ററി എന്നുള്ള ക്ലാസ് അടുത്ത ബുധനാഴ്ച മുതൽ നമ്മൾ വീണ്ടും, ഈ ഒരു മാസം നമ്മൾ ലീവായിരുന്നു, വീണ്ടും തുടരുവാണ്. അതുകൊണ്ട് ഹോമിയോപ്പതിക്കാരായിട്ടുള്ളവർ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ പങ്കെടുത്തിരിക്കണം. അത് മുടങ്ങാതെ നിങ്ങൾ കണ്ടിരിക്കണം. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വെബ്സൈറ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമല്ല, അതിൻ്റെ അകത്ത് പണം ഉണ്ടാക്കണമെന്ന് എനിക്കും ഉദ്ദേശമില്ല, ഞങ്ങളുടെ ടീമിൽ ആർക്കുമില്ല. അവേഴ്സ് ഇസ് വോളണ്ടറി, എന്താ പറയുക, വോളണ്ടറി ഓർഗനൈസേഷനാണ്. അതിൻ്റെ അകത്ത് പണം ഉണ്ടാക്കൽ, മാർക്കറ്റിംഗ് ഒന്നും നമ്മുടെ ലക്ഷ്യമില്ല. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് നിർത്തുവാണ്. അതായത് കിഡ്നി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത്, കിഡ്നി അടിച്ചുപോയി എന്ന് പറയുന്ന സംഗതിയില്ല. കിഡ്നിയിൽ എല്ലാ ഓർഗൻസും എല്ലാ അവയവങ്ങളും ഉണ്ട്. ഡിഫറെൻറ്റ് കോസസ്, ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്, ടിഷ്യൂസ് ആണ്. അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം. ഇനി ഓരോ രോഗവും ഏത് ഫേസിലാണ്, അത് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിലാണോ കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിലാണോ എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഹൈപ്പർ ടെൻഷൻ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞാൽ, ഈ വാട്ടർ ഫ്ലൂയിഡ് കോൺഫ്ലിക്റ്റ് വരുമ്പോഴത്തേക്കുമാണ്, റീനൽ ചേഞ്ചസ് വരുമ്പോഴാണ് റീനൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട പങ്ക് കിഡ്നിക്ക് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ അകത്ത് എവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്, പ്രതിപാദിച്ചിരിക്കുന്നത്, നിങ്ങൾ പഠിച്ചേ തീരും. ഇനി പലപ്പോഴും ക്യാൻസർ, കിഡ്നിക്ക് ക്യാൻസർ വന്നു എന്ന് പറയുമ്പോൾ അത് ഏത് അവയവത്തിലാണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് റീനൽ പെൽവിസിലാണോ, യൂറിറ്ററിലാണോ, ബ്ലാഡറിലാണോ, ബ്ലാഡർ ട്രൈഗോണിലാണോ, ബ്ലാഡർ മ്യൂക്കോസയിലാണോ, യൂറിത്രയിലാണോ, നെക്ക് ഓഫ് ദി, ഇത് പഠിച്ചേ തീരൂ. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ കോൺഫ്ലിക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ? ബയോ സ്വിച്ച് ഓഫ് ദി കോൺഫ്ലിക്റ്റ്, ദെൻ വെയിറ്റ് ഫോർ ദി ഹീലിംഗ് സിംറ്റംസ്. ദാറ്റ് ഈസ് ഇറ്റ്. ഇപ്പൊ സിൻഡ്രോം എന്നുള്ള വാക്ക് മറന്നു പോകരുത്. ശരീരത്തിൽ എവിടെ നീര് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്തോ കുഴപ്പമുണ്ട്, ഉടനെ ആശുപത്രി പോയി, അയ്യോ നീര് കണ്ടു, കണ്ണിന്റെ താഴെ നീര് കണ്ടു, വയറിന് നീര് കണ്ടു, അസൈറ്റീസ് ഉണ്ടായി, അല്ലെങ്കിൽ പെരിട്ടോണിയൽ ഫ്ലൂയിഡ് കൂടി, ഒട്ടനെ ടാപ്പ് ചെയ്യണം. No, my dear friends, these are all designed by nature and this fluid is a protection for you. ഇത് നമ്മൾ ഇൻഡസ്ട്രിയിൽ പഠിച്ചപ്പോഴൊക്കെ പഠിപ്പിച്ചതാണ്. അസൈറ്റീസ് പഠിച്ചതാണ്, ലിവർ പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ചതാണ്. ഇതെല്ലാം വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. ഇതെല്ലാം നിങ്ങൾ വീണ്ടും പഠിക്കുക, പഠിക്കാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ദി കിഡ്നി ഡസ് നോട്ട് ആസ്ക് ഫോർ ഡ്രഗ്സ്, അത്രയും മനസ്സിലാക്കുക. അയ്യോ കിഡ്നി അടിച്ചുപോയി, ഇനി ഉടനെ മരുന്ന് കഴിച്ചോളാം. എന്താണ് മരുന്നെന്ന് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. എന്താ ഓംന കോർട്ടിൽ എന്ന് പറയുന്നതാണ് ഞാൻ ചികിത്സിച്ചിട്ടുള്ള മിക്ക പിള്ളേർക്കും, മിക്ക കിഡ്നി പേഷ്യൻസിനുള്ളവർക്കും സ്റ്റിറോയിഡാണ്. അതുകൊണ്ട് അസുഖം മാറുമോ? മാറത്തൊന്നുമില്ലെന്ന് ഈ മരുന്ന് കഴിക്കുന്ന ആൾക്ക് പറയാം, പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടർക്ക് അറിയാം. പക്ഷെ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. സ്റ്റിറോയിഡ് കഴിച്ചാൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയാം, ബാക്കി കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്ന് മെഡിക്കൽ സയൻസ് ഒരു വല്ലാത്ത ഒരു മേഖലകളിലൂടെ മനുഷ്യനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയുടെ ഹെഡിങ് ഞാൻ ഇങ്ങനെ കൊടുത്തത്, ഫ്രം ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്. ഒരു ഡോക്ടർ ആകുമ്പോഴത്തേക്കും ജനങ്ങളെ സേവിക്കണം, അത് രോഗം ചികിത്സിച്ച് സുഖമാക്കണമെന്ന്, അവിടെ നിന്ന് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഗ്രേറ്റ് എന്താ പറയുക എക്സ്പ്ലോയിറ്റേഷനിൽ എത്തിയിരിക്കുക. ഗ്രേറ്റ് എക്സ്പ്ലോയിറ്റേഷൻ
ഗ്രേറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് നമ്മുടെ ഇന്നത്തെ കൺവെൻഷണൽ മെഡിക്കൽ സയൻസ്. അത് ആണ് നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഹോമിയോപ്പതി ഡോക്ടേഴ്സായ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, പഠിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. 80% കൺവെൻഷണൽ മെഡിസിൻ അല്ലെ അലോപ്പതി എന്ന് നമ്മൾ വിളിക്കുന്നത് പഠിച്ചിട്ടാണ്. അതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും പറയുന്നത്, 100 പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, പുട്ടിന് പീര പോലെ, പുട്ടിന്റെ രുചി കൂട്ടാനായിട്ട് ഇടുന്ന പീര പോലെ രോഗം അലോപ്പതിയിൽ പഠിക്കുന്നു, ഹോമിയോപ്പതി ചികിത്സ ചെയ്യുന്നു. ഫിലോസഫിയും റെപ്പർട്ടറൈസേഷനും മാറ്റീരിയ മെഡിക്കയും എല്ലാം നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കും. എങ്ങനെ അത് കൺട്രോൾ ചെയ്യണമെന്ന്, ഇതല്ല ടോട്ടലി അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ഒരു ശാസ്ത്രം വന്നിരിക്കുകയാണ്. അത് നിങ്ങൾ പഠിച്ചേ തീരത്തുള്ളൂ. യങ്സ്റ്റേഴ്സ് അങ്ങനെയൊന്നുമില്ല, പ്രായമായവർ, എന്നെ പോലെ പ്രായമുള്ളവർ, സീനിയേഴ്സും ജൂനിയേഴ്സും ഒരേപോലെ പഠിക്കണം. ഇഫ് യു ആർ എ പ്രാക്ടീഷണർ ഓഫ് മെഡിസിൻ യു ഹാവ് ടു ബി നിങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ വളരെ ചതിക്കുന്ന ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആകിയ ഒരു ഡോക്ടർക്ക് ആകാൻ സാധ്യമല്ല. യു ഹാവ് ടു ബി ഓണസ്റ്റ് ടു ദി പേഷ്യൻസ് ഹു കം ഫോർ ഹെൽപ്പ്. അവരോട് എന്തെങ്കിലും തട്ടിപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ അത് കഴിക്കരുത്, ഇന്നത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂറിക് ആസിഡ് കൂടും, അല്ലെങ്കിൽ ക്രിയാറ്റിൻ കൂടും, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. ഫിസിക്കലായിട്ടുള്ള ഒന്നുമല്ല രോഗങ്ങൾ ഉണ്ടാക്കുന്ന, എല്ലാ സൈക്കിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് കിഡ്നി ഡസ് നോട്ട് ആസ്ക് ഫോർ ഡ്രഗ്സ്, ഇറ്റ് ആസ്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഇന്നലത്തെ 2 മണിക്കൂറുള്ള വീഡിയോ എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. ഞങ്ങളുടെ വെബ്സൈറ്റിന്റെ പേര് ഗ്ലോബൽ GHK, അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. 2 മണിക്കൂറിൽ കൂടുതൽ നടന്ന വളരെ മനോഹരമായിട്ടുള്ള 20ഓളം പേര് പങ്കെടുത്ത 4-5 മിനിറ്റ് മാത്രമാണ് എല്ലാവരും സംസാരിക്കാൻ അത്ര സമയം ഉണ്ടായിരുന്നുള്ളൂ. വളരെയധികം അപ്രീസിയേഷൻ കിട്ടിയതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന്, നാളെ, മറ്റന്നാൾ ഏതെങ്കിലും ദിവസം എത്രയും പെട്ടെന്ന് കണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും GHK ഈസ് നോട്ട് അബൌട്ട് ട്രീറ്റിംഗ് എ ഡിസീസ്, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ഡിസീസ് ഇല്ല ഓൾ പ്രോഗ്രാംസ്. അപ്പോൾ GHK ഈസ് ടു ലീവ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്നലത്തെ ടോപ്പിക് ഹൗ ടു ലീവ് GHK. ഇപ്പം ലിവിങ് GHK എന്നായിരുന്നു ഇന്നലത്തെ ഹോൾ പ്രോഗ്രാമിന്റെ ഹെഡിങ്. അത് ഞങ്ങളുടെ 9th ആനിവേഴ്സറിയുടെ ഒരു വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു. ഇനി ഞങ്ങൾ മെയ്യില് ഡോക്ടർ ഹാമറിന്റെ ബർത്ത് ആനിവേഴ്സറി മെയ് മാസത്തിൽ മുഴുവൻ ആഘോഷിക്കുന്നുണ്ട്. അതിന് നമ്മൾ വേൾഡ് GNM ഡേ എന്നാണ് പറയുക. നമ്മൾ വേൾഡ് ഹോമിയോപ്പതി ഡേ ഒക്കെ ആചരിച്ച് പരിചയമുള്ള സീനിയേഴ്സായ ഞങ്ങളെയൊക്കെ ഞാൻ അങ്ങനെ ഒരു പേര് കൊടുത്തു തുടങ്ങിയത്. വേൾഡ് GNM ഡേ ഉണ്ട്. അതിലേക്കൊക്കെ എല്ലാവരും ഇപ്പോഴേ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇത്രയും നേരം എന്നെ ശ്രദ്ധയോടുകൂടി കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഡോക്ടർ അനിത ചെയ്യുന്ന വലിയ സേവനത്തിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇത് അനിതയുടെ പ്ലാറ്റ്ഫോമാണ്. കംപ്ലീറ്റ് ഹെൽത്ത് എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള ഞാനും ഡോക്ടർ ശശി നടത്തിയ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, വാച്ച് ചെയ്യാനും പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തോളൂ, ഹാൻഡ് റൈസ് ചെയ്തോളൂ, ചോദിച്ചോളൂ. ഞാനൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പോയി നോക്കട്ടെ. Doctor, your voice is weak. Kindly keep your mic closer. Okay, thank you. ഞാൻ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു, അനിത പറഞ്ഞായിരുന്നു കുഴപ്പമില്ല. താങ്ക് യു ജോസഫ്. ഓക്കെ, ഏതെങ്കിലും ചോദ്യങ്ങൾ, സംശയങ്ങളെല്ലാം തീർക്കത്തക്ക രീതിയിലൊരു ക്ലാസ് ആയിരുന്നില്ല എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ കൺഫസ് ചെയ്യുവാണ്. റെഡ് me notes. If conflict resolution brings symptoms, then can we ask the parents to resolve the conflicts? അതൊരു ഡബിൾ, 2 തലയുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, 2 എഡ്ജുള്ള ഒരു ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം റിസോൾവ് ചെയ്യാനായിട്ട് ഡോക്ടർ ഹാമർ പറഞ്ഞിരുന്നില്ല. ഡോക്ടർ ഹാമറുടെ ജീവിതകാലത്തിന്റെ, അല്ലെങ്കിൽ GHK പഠിച്ച ആദ്യകാലത്ത് ഡോക്ടർ ഹാമർ പറഞ്ഞു, യു ഹാവ് ടു റിസോൾവ് ഓൾ ദി കോൺഫ്ലിക്ട്സ്. പക്ഷെ പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി ചില കോൺഫ്ലിക്ട്സുകൾ കംപ്ലീറ്റ്ലി റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് പോലെ, അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെ വളരെ ഫെയ്റ്റൽ ആയിട്ടുള്ള ചില ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാകാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ when you find that your conflicts are very intense, very high voltage ഉള്ളതാണെങ്കിൽ you can, അതിന് ഡോക്ടർ ഹാമർ ഉപയോഗിച്ചാണ് ഡൗൺഗ്രേഡ് ദി കോൺഫ്ലിക്റ്റ്, and then you can downgrade the healing symptoms. അപ്പോൾ ഹീലിംഗ് സിംറ്റംസ് നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റെഡ്മി നോട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. പേര് എനിക്കറിയില്ല, പേര് പറയാമെങ്കിൽ സന്തോഷമുണ്ട്. Sam Matthew, I have a thought like, if one has a thankful heart and contented life in his life,
does all these internal conflicts resolved by itself. സാം മാത്യു ആണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്, ബാംഗ്ലൂരിൽ നിന്നാണ് ചോദിച്ചത്. അപ്പം സാം മാത്യുവും ഡോക്ടർ വർഗീസും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചു, അത് ഫുള്ളാക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഹെഡിങ് ഇഫ് യു ആർ ഹാവിങ് ദി സ്പിരിറ്റ് ഓഫ് ഗോഡ്, സ്പിരിറ്റ് ഓഫ് ജീസസ്, അതിനെ നമ്മൾ ക്രിസ്ത്യൻസ് ഹോളി സ്പിരിറ്റ് എന്നാണ്. ഇഫ് യു ഹാവ് ഗോട്ട് ഹോളി സ്പിരിറ്റ് യു വിൽ നോട്ട് ബിക്കം സിക്ക്. കറക്റ്റ്. ഞാൻ ആ റൂട്ടിൽ നിന്നാ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ എല്ലാം റിസോൾവ് ആക്കത്തില്ലേ എന്നുള്ളതാണ് ഞാൻ എന്റെ മൈൻഡിൽ വന്നത്. അവിടെ എത്തുന്നതായിരുന്നെങ്കിൽ എന്തോ എളുപ്പമുണ്ടായിരുന്നു. കാരണം ബൈബിള് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, ബൈബിളിൽ ഒരിക്കലും ഇന്നലെ ജീസസിന് വയറുവേദനയായിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ ജീസസ് നടുവേദനയായിരുന്നു, അതുകൊണ്ട് മല കയറാൻ പോയില്ല, അല്ലെങ്കിൽ ഇന്ന് പ്രസംഗിക്കാൻ പോയില്ല എന്ന് റെസ്റ്റായിരുന്നു. കാരണം ഇന്നലെ പുള്ളിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഇത്രയും കിലോമീറ്റർ, അന്ന് വാഹനമൊന്നും ഇല്ലെന്നുള്ളത് അറിയാമല്ലോ, ഇത്രയും കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര നടുവേദനയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും റെസ്റ്റ് എടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പുസ്തകം കൂടെ കിട്ടിയപ്പോഴത്തേക്കും ഡോക്ടർ സാം ചോദിച്ചതിന്റെ യഥാർത്ഥത്തിൽ അർത്ഥം ഇതാണ്: why we are becoming conflicted, that is because we are not having the spirit of God, we are having the spirit of evil spirit. ഈ വേദിയിൽ ഞാൻ പറയുന്നില്ല, പല വിശ്വാസികളും വിശ്വാസം ഇല്ലാത്തവരും ദൈവവിശ്വാസം ഇല്ലാത്തവരും സ്പിരിച്വാലിറ്റി. ഞാൻ ഇവിടെ നിന്നോണ്ട് വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ ഏത് വിശ്വാസവും ആയിക്കോട്ടെ, ഓക്കെ, സേ ലൈക്ക് വെദർ ഇറ്റ് ഈസ് ക്രിസ്ത്യൻ ഓർ ഹിന്ദു ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു വ്യക്തി ഒരു രോഗം വരുമ്പോൾ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുമ്പോഴും സംഭവിക്കുന്ന ഇത് തന്നെയല്ലേ? ഏത് കോൺഫ്ലിക്റ്റിൽ കൂടെ കടന്നുപോയി ആ കോൺഫ്ലിക്റ്റ് ആ ഫെയ്ത്ത് കൊണ്ട് അതിനെ റിസോൾവ് ആക്കുകയല്ലേ അവിടെ ചെയ്യുന്നത്, ആ ട്രസ്റ്റ് ഇൻ ഗോഡ് കൊണ്ട്. ഡോക്ടർ ഹാമർ മാത്രമാണ് ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത്. അത് ഞാൻ പുറത്ത് അധികം പറയാത്ത, പക്ഷെ ഞാൻ പലരോടും ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഡോക്ടർ ഹാമർ ഈസ് ദ ഓൺലി പേഴ്സൺ ഹു സെഡ് ദാറ്റ് റെസൊല്യൂഷൻ ഹാസ് ഗോട്ട് 2 levels. ദി ഫസ്റ്റ് ലെവൽ ഈസ് സൈക്കിക് ലെവൽ ആൻഡ് ദി ഫൈനൽ അൾട്ടിമേറ്റ് ലെവൽ ഈസ് ദി സ്പിരിച്വൽ ലെവൽ. സ്പിരിച്വൽ ലെവലിൽ മാത്രമേ നമുക്ക് കോൺഫ്ലിക്റ്റിന്റെ അന്നൊരു പ്രിവെൻഷൻ നടത്താൻ പറ്റത്തുള്ളൂ. ഒരു ഇമ്മ്യൂണിറ്റീസ് എ റോങ് വേർഡ്. നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതിരിക്കാൻ പറ്റത്തുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. വി ഡിഡ്ന്റ് ചൂസ് അവർ ഫാദർ. ചിലർക്ക് ഫാദറുമായിട്ടാണ് കോൺഫ്ലിക്റ്റ്. വി ഡിഡ്ന്റ് ചൂസ് അവർ സ്പൗസ് എന്നും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ സംഗതി തീർന്നു. ഭാര്യ ഏത് ടൈപ്പിലുള്ളതാണെങ്കിലും ഐ ക്യാൻ അഡ്ജസ്റ്റ്, ഐ ക്യാൻ ഇൻവോൾവ്. അല്ലെങ്കിൽ എൻ്റെ മദർ, ഐ ഡിഡ്ന്റ് സെലക്ട് ഹെർ uterus to be born in this world. So it's not my choice. Even my date of birth was not there. ഇപ്പോൾ ഹിന്ദു വിശ്വാസികളാണെങ്കിൽ എൻ്റെ രാശിയും നക്ഷത്രവും ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടല്ല. ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ പേര് പോലും എൻ്റെ അല്ല. ആരോ എന്നെ മണിക്കുട്ടാന്ന് വിളിച്ചു, അല്ലെങ്കിൽ ലക്ഷ്മി എന്ന് വിളിച്ചു, ഞാൻ ലക്ഷ്മിയായി മാറി. അത്രേ ഉള്ളൂ. നമ്മുടെ പേരിന്റെ പോലും ഉത്തരവാദിത്തമല്ല. അവിടെ മുതൽ ഇന്ന് വരെ നടന്ന എല്ലാം ദൈവത്തിനെ നമുക്ക് ബ്രാക്കറ്റിൽ ഇടാം. കാരണം ദൈവവിശ്വാസികളല്ലാത്തവരും എന്നെ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാത്തത്. അപ്പം എനിക്ക് കിട്ടിയതാണ് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ വി വോണ്ട് കംപ്ലൈന്റ് അബൌട്ട് ടെറിട്ടറി, വി വോണ്ട് കംപ്ലൈന്റ് അബൌട്ട് സംബഡി ഡൂയിങ് സംതിങ് മാൾ പ്രാക്ടീസ്. എൻ്റെ ടെറിട്ടറി, എൻ്റെ സെക്ഷൽ ടെറിട്ടറിയിലേക്ക് ഇൻട്രൂഷൻ, ഞാൻ അതിനെക്കുറിച്ച് അവരുമായിട്ട് വഴക്കുണ്ടാക്കി എൻ്റെ സമാധാനവും ഭാര്യയുടെ സമാധാനവും പിള്ളേരുടെ സമാധാനവും കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും എല്ലാം നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. യു ഗോ ഡയറക്ട്ലി ആൻഡ് സെൻഡ് ദ ആപ്ലിക്കേഷൻ ടു അവർ ക്രിയേറ്റർ, സസ്റ്റൈനർ ആൻഡ് അറിയാമല്ലോ, ആദ്യം അന്ത്യവും അറിയുന്ന ദൈവത്തോട് പറഞ്ഞു. അപ്പൊ അല്പം സ്പിരിച്വൽ ആയി പോകും സാം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഓക്കെ. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത്. കാരണം ഇന്ന് ഗ്ലോബൽ GSK എത്തിയ ലെവൽ, ഇന്ന് തന്നെ 42 പേരോ മറ്റോ ശ്രമിച്ചു. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. കാരണം വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ നമ്മുടെ ഈ മൂവ്മെന്റിനെതിരായിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലാക്കാത്ത. ഐ ഡോണ്ട് കംപ്ലൈൻ. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എന്നെ വിട്ടുപിരിഞ്ഞു പോയതാണ്. കാരണം ഇയാൾക്ക് വയസ്സാം കാലത്ത്, എനിക്ക് 73 വയസ്സായി, വയസ്സാം കാലത്ത് പുള്ളിയുടെ തലയുടെ സ്ഥിരത നശിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, ഇതൊക്കെ ഇപ്പൊ പറയാവുന്ന എനിക്കറിയില്ല, വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു പറഞ്ഞ ഈസ് ഹോമിയോപ്പതി വിടണ്ടായിരുന്നു. I am confessing I am doing homeopathy in the best possible manner with the knowledge of GSK. എൻ്റെ ഹോമിയോപ്പതി സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. I can do homeopathy practice in the best possible manner by GSK. അതുകൊണ്ടാണ് ഞാൻ GSK ബേസ്ഡ് ഹോമിയോപ്പതി മാസ്റ്ററി എന്നുള്ളൊരു
ഒരു ടീച്ചിങ് സെഷൻ തുടങ്ങിയിരിക്കുന്നത്. 20 ഹോമിയോപ്പതി ഡോക്ടേഴ്സ് അതിൻ്റെ ടീച്ചിങ് ഫാക്കൽറ്റി ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 28 ഉണ്ടായിരുന്നു. പുതിയ വർഷത്തേക്ക് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് 20 പേരെ ആണ് നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ പോകുന്നത്. യു ക്യാൻ ഓൾസോ ജോയിൻ ടു ടീച്ച്, നോട്ട് ഓൺലി ടു ലേൺ, യു ക്യാൻ ടീച്ച്. താങ്ക് യു. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ടെസ്റ്റിമോണിയോട് പറയാം. വോണ്ട് ടേക്ക് മച്ച് ടൈം, ജസ്റ്റ് 1 or 2 minutes. എനിക്കൊരു 5 വർഷമായിട്ട് എൻ്റെ വലത്തെ കൈയുടെ മടക്കിനും കഴുത്തിൻ്റെ അവിടെ എപ്പോഴും എനിക്ക് ഇങ്ങനെ ചൊറിച്ചിൽ വരുമായിരുന്നു. അതെനിക്ക് ഈ തക്കാളി കഴിക്കുമ്പോഴല്ലേ, കടൽ മീൻ കഴിക്കുമ്പോൾ വേർപ്പിറങ്ങുമ്പോഴേ എനിക്ക് ആ ചൊറിച്ചിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പലവട്ടം ഈ ശശിധരൻ ഡോക്ടറെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അന്നേരം പുള്ളി ഇത് പറഞ്ഞത് കൂടുതലായിട്ട് ഈ വലത്തെ കൈയുടെ മടക്കിന് ഇങ്ങനെ വരുന്ന ചൊറിച്ചിൽ ഇതൊരു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ള ഒരു കാര്യം പുള്ളി എനിക്ക് ഇങ്ങനെ പലപ്പോഴും പറഞ്ഞു തന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ ഒരു 1-2 weeks ആയിട്ട് എന്താണ് ആ ഒരു സെപ്പറേഷൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു കാരണമെന്ന് എനിക്കത് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിച്ചു. അത് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് ഇതുവരെ പിന്നെ അത് ചൊറിഞ്ഞിട്ടേ ഇല്ല. എൻ്റെ ആ സ്കിന്ന് ഞാൻ നോക്കുന്ന പറഞ്ഞാൽ അത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിക്കവറിയിലേക്ക് വന്നു. ഞാൻ പല മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്, ഇതിന് പല മെഡിസിൻസും അതും ഇതും എടുത്തിട്ടുണ്ട്. അലോപ്പതി മെഡിസിൻ എടുക്കുമ്പോൾ അതിനെ ജസ്റ്റ് സപ്രസ് ചെയ്യും, പക്ഷെ പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അത് ചൊറിച്ചിൽ വരുമായിരുന്നു. പക്ഷേ എനിക്ക് വലിയൊരു അത്ഭുതം പോലെയാണ് തോന്നി. ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു സ്വിച്ച് ഓഫ് ആക്കിയതുപോലെ തന്നെ ആ ഒരു ഇന്റേണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് എനിക്ക് എവിടെ ആയിരുന്നു എന്നുള്ളത് എനിക്കത് കൃത്യം മനസ്സിലായി. അതിനെ ആ ഒരു അത് ഇന്റേണലി അതൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചപ്പം എൻ്റെ ആ ഒരു അവസ്ഥ എനിക്ക് മാറുന്നതും എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരു വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നു ഈയിടെ. ഇത്രയും അത്ഭുതങ്ങൾ ഇഷ്ടം പോലെ പറയാനുണ്ട്. അത് പറയേണ്ട ഒരു സമയമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ഞാൻ ഡോക്ടർ ശ്രീകുമാറിനെ ക്ഷണിക്കുകയാണ്. കാരണം അദ്ദേഹം എന്നോട് രാവിലെ പറഞ്ഞ ഒരു 5 മിനിറ്റ് കൊണ്ട് പുള്ളിയുടെ ഒരു കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്ത കാര്യം പറയാനായിട്ട് ഞാൻ ക്ഷമിക്കുകയാണ്. സമയമുള്ളവർ വെയിറ്റ് ചെയ്യുക. ഡോക്ടർ ശ്രീകുമാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചുകൂടെ? വീഡിയോ കൂടെ. നമസ്കാരം സർ. അത് ഇന്നലെ നമ്മുടെ GNMന്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സ്പീക്കേഴ്സിനും 5 minutes വെച്ചാൽ കൊടുത്തിട്ടാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ മുമ്പിൽ ഈ മൊബൈൽ ഓണാക്കി വെച്ചിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ലൈറ്റും എല്ലാം ഇട്ട് നല്ലപോലെ പറയാനുള്ള തയ്യാറായി എഴുതി വെച്ചിരിക്കുകയാണ്. നോട്ട് എഴുതി വെച്ചിരിക്കുക, ടൈപ്പ് ചെയ്ത് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് എൻ്റെ കൈ വെച്ചിരിക്കുകയാണ് ഇത് വായിച്ച് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കറക്റ്റ് എൻ്റെ 12th ആണ് ഞാൻ സ്പീക്ക് ചെയ്യുന്നത്. 11th ആള് തുടങ്ങി ഒരു 2 minute കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയല്ലേ. എങ്ങനെയൊക്കെയോ ഞാൻ അത് ഡിക്ലൈൻ ചെയ്തു, കോൾ ഡിക്ലൈൻ ചെയ്തു. അങ്ങനെ ടൈം പോവുകയാണ്. അപ്പം ഞെക്കിയിട്ടും അത് ഓഫ് ആവുന്നില്ല. അങ്ങനെ പതുക്കെ കുറച്ച് ടൈം പിടിച്ചു, ഓഫായി. അങ്ങനെ ടൈം പോയി ഇനി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് തിരിച്ച് സൂമിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പൊ ഈ വലത് കൈ കൊണ്ടാണ് ഞാനിതിങ്ങനെ ഓഫ് ചെയ്യാനും എല്ലാം വേണ്ടി ശ്രമിക്കുന്നത്. എന്നെ കുറിച്ച് പറഞ്ഞ് ഓക്കെ നൗ ലെറ്റ് us ലിസൺ ടു ശ്രീകുമാർ പറഞ്ഞ ആ സമയത്താണ് കറക്റ്റായിട്ട് അത് എനിക്കത് തിരിച്ച് സൂമിലേക്ക് വരാൻ പറ്റിയത്. ഞാൻ വന്നു, നേരെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഈ എഴുതി വെച്ചത് ഒന്നുമല്ല സംസാരിച്ചത്. പക്ഷെ എഴുതി വെച്ചതാണ്, കണ്ടന്റ് അതാ പറഞ്ഞ്. പക്ഷെ അതിൽ നിന്നല്ല വായിച്ചത്. കംപ്ലീറ്റ് കാര്യവും പറഞ്ഞ് എൻ്റെ ടെസ്റ്റ് സെഷൻ കഴിഞ്ഞു മാറി. ഭയങ്കര ആശ്വാസം. എല്ലാം പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ ഞാനത് ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ഭഗവാനെ ഞാൻ കാരണം ഈ പ്രോഗ്രാം കോളമാകുമോ, അയ്യോ എന്നിട്ട് എന്ത് പറ്റുന്നു, ഇത് ശരിയാവുന്നില്ലോ എന്നൊക്കെ പറഞ്ഞ് സട്ടനായിട്ട് അങ്ങ് കറക്റ്റ് ആവുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞു, പോയി കിടന്നുറങ്ങി. രാവിലെ എണീക്കുമ്പം എൻ്റെ കൈ മുതൽ ഷോൾഡർ വരെ ഭയങ്കര പെയിൻ, നല്ല പെയിൻ. ചമ്പിച്ചത് എന്താ എൻ്റെ കൈ രാവിലെ ഒരു കുഴപ്പമില്ലാത്ത പെയിൻ ഇരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് എന്തായാലും ഇതിന്റെ കണ്ടുപിടിക്കണമല്ലോ, വാട്ട് കുഡ് ബി ദ റീസൺ ഞാൻ ആലോചിക്കുമ്പോൾ ശരിയാ, ഇന്നലെ ഞാൻ ആ കൈ അപ്പൊ കിടന്ന ആ ഒരു സമയത്ത് ഞാൻ വളരെ സ്റ്റക്കായി പോയ ഒരു സിറ്റുവേഷനാണ്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പോയത്, ഒരുപാട് ഭയന്നൊരു സിറ്റുവേഷനാണ്. അതാണ് പെയിൻ. അപ്പൊ എന്നോട് തന്നെ ഞാൻ പറഞ്ഞു, അപ്പൊ അതാണില്ലേ പെയിന്റെ കാരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊരു മസാജോ മെഡിസിനോ ഒന്നും തന്നെ ഞാൻ കഴിക്കാൻ പോകുന്നില്ല. ഇതാണ് കാര്യമെങ്കിൽ എൻ്റെ വേദന, ഐ എം ടെല്ലിങ് മൈസെൽഫ്, ഞാൻ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ വേദന പൊയ്ക്കാട്ടെ, എനിക്കിനി ആ ഭയമില്ല, വേദന പൊയ്ക്കൊണ്ടട്ടെ എന്ന് പറഞ്ഞു. വിത്തിൻ 2 minutes എനിക്ക് ആ വേദന എങ്ങോട്ട് പോയി, എൻ്റെ കൈ എല്ലാം പക്ക നോർമൽ. ഞാൻ കൈ കറക്കിയൊക്കെ നോക്കി, എവിടെ പോയി ആ വേദന.
അത്രയ്ക്കും വിത്തിൻ 2 minutes ആണ് അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത പോലെ ആണ് ആ വേദന പോകുന്നത്. അപ്പൊ അത് എനിക്ക് ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം. അതാ ഞാനത് ഇന്ന് രാവിലെ സാറിനോട് അത് ഷെയർ ചെയ്തു. സാറേ, ഇങ്ങനെ ഞാൻ അത്രയ്ക്കും കോട്ട് ഓഫ് ഗാർഡാണ്. കാര്യം ദർ ഇസ് നോ വേ. ഞാനവിടെ ഒറ്റപ്പെട്ട് നിൽക്കാൻ, എൻ്റെ ആരും ഹെൽപ്പ് ചെയ്യാൻ പോലും ഇല്ല. ഞാൻ മാത്രം റൂമിൽ ഇരുന്ന് ആ ഒരു പേടിച്ച നിമിഷം അത് എനിക്ക് ഹീലിംഗ് ഫേസിൽ ഒരു പെയിനായിട്ട് വരികയും ഞാൻ തന്നെ അത് സ്വിച്ച് ഓഫ് ചെയ്യുകയും ആ പെയിൻ വിത്തിൻ ഷോർട്ട് ഡ്യൂറേഷൻ തന്നെ അത് പോയി. അല്ലെങ്കിൽ ഞാൻ സാധാരണ അങ്ങനെ പെയിൻ വരാറുണ്ടായിരുന്നു. ഞാൻ അപ്പം എന്തെങ്കിലും മസാജ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോമിയോ മെഡിസിൻസ് നോക്കി കഴിച്ചു എനിക്ക് വേദന മാറ്റാറുള്ളൂ. പക്ഷെ ഇത്തവണ അത് ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ മരുന്നും കഴിച്ചില്ല. ഐ നെവർ ടച്ച് ദറ്റ് ഏരിയ. ഓൺലി മൈ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രം ഞാൻ എന്നോട് സംസാരിച്ചു എന്നുള്ള മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. താങ്ക് യു സർ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു. താങ്ക് യു ശ്രീകുമാർ. ഇന്ന് ശ്രീകുമാർ ഡോക്ടർ എന്നോട് ഇത് രാവിലെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്. ഇത് കൂട്ട് 1000 ടെസ്റ്റിമോണിയൽസ് പറയാനുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇത്ര ലേറ്റ് ആയിപ്പോയതുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഓരോരുത്തരുടെ അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങൾ തന്നെ ടെസ്റ്റിമോണിയൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. CJ ജോസഫിൻ്റെ ടെസ്റ്റിമോണിയലുണ്ട്, വേറെ പലരുടെ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്, കേൾക്കാവുന്നതാണ്. ദേ ആർ ഓൾ വെരി യൂസ്ഫുൾ. അപ്പോൾ ഞാൻ ടെസ്റ്റിമോണി അല്ലെങ്കിൽ കേസിനെ കുറിച്ച് പിന്നീട് നമുക്ക് പറയാം. ഇന്നിപ്പോൾ 1-2 ടെസ്റ്റിമോണിയൽസ് എടുത്തു. ഇതിനെ ഇന്റലക്ച്വൽ സെൽഫ് ഡീവാലുവേഷൻ എന്നാണ് പറയുക. അതായത് ഡോക്ടർ ശ്രീകുമാർ അനുഭവിച്ച കോൺഫ്ലിക്റ്റിനെ ഇന്റലക്ച്വൽ സെൽഫ് ഡീവാലുവേഷൻ, അതാണ് നെക്കിൽ വന്ന് ബാധിക്കുന്നത്. കാരണം നെക്ക് വേർ ദി ഹെഡ് ഈസ് പ്ലേസ്ഡ്, അവിടെ നമ്മുടെ ഇന്റലിജൻസ് ആണ്, നമ്മുടെ പെർഫോമൻസ് ആണ്, നമ്മുടെ കോൺഫിഡൻസ് ആണ്, സെൽഫ് ഡീവാലുവേഷൻ ആണ്. അത് ഇന്റലക്ച്വൽ എന്ന് പറയുമ്പോഴാണ് അത് കഴുത്തിനെയും റൈറ്റ് സൈഡ്, ബിക്കോസ് ഓഫ് മൈ വർക്ക് ഐ വാസ് ഡൂയിങ് ടൈപ്പിംഗ്. എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നത് റൈറ്റ് ഹാൻഡഡ് ആയതുകൊണ്ടാണ് റൈറ്റ് സൈഡിലേക്ക് വന്നത്. 2 minutes, അതിനാണ് ബയോസ്വിച്ച് എന്ന് ഡോക്ടർ അല്ല ഡാനി കാരൽ പറയുന്നത്. അത് ബയോസ്വിച്ചിൻ്റെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഇറ്റ് ഈസ് പെയ്ഡ് കോഴ്സ്. അത് ഫ്രീ ആണെന്ന് എനിക്കറിയത്തില്ല. അതിൽ നിങ്ങൾക്ക് പോയി പങ്കെടുക്കാം. ദിസ് ഈസ് എ വണ്ടർഫുൾ അമേസിങ് നോളജ് അല്ല, വിസ്ഡമാണ്. വിസ്ഡം മീൻസ് ഓൾവേസ് ഡിവൈൻ വിസ്ഡം. അത് നിങ്ങൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ, ഭാര്യയുടെ, മക്കളുടെ, അച്ഛൻ്റെ, അമ്മയുടെ ഒക്കെ ആരോഗ്യത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്കത് സമാധാനമായിട്ടിരിക്കാൻ പറ്റും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഫ്രീഡം ഫ്രം ദി ഫിയർ ഓഫ് ഡിസീസ്. മതി, 10:25 അതുകൊണ്ട് ഇത്രയും നേരം ശ്രമിച്ചതിനും അതിനും നന്ദി പറയുന്നു. എല്ലാവർക്കും വീണ്ടും കാണാം എന്ന് പറയുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ട് പറഞ്ഞോളൂ കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് നമ്മൾ അറിയുന്നതിൽ കൂടെ നമ്മുടെ ഫാമിലിയെ പോലും നമ്മൾ രക്ഷിക്കുക ചെയ്യുന്നത്. ഒത്തിരി ഫാമിലീസ് ഇൻവോൾവ് ആണ്. കൊച്ചു പിള്ളേര് പഠിച്ചു തുടങ്ങും. ഫാക്കൽറ്റിയുടെ എല്ലാം ഫാമിലിയിൽ അത് ഒരു കറന്റ് ടോക്ക് ഓഫ് ദി ടൗൺ ആണ്. സാറേ, ഒരു ഡൗട്ട് ഇവിടെ. യൂറിൻ നമുക്ക് സാറ് പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബാത്റൂമിലേക്ക് എത്തുന്നിടം വരെ യൂറിൻ പിടിച്ച് നിർത്താനായിട്ടുള്ളൊരു കഴിവ്. അപ്പം അപ്പം അങ്ങനെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അതേ സമയത്ത് അങ്ങ് വരെ എത്താൻ പറ്റുന്നില്ല. അതിനുമ്പ് പുള്ളി യൂറിൻ പോവുകയാണ്. അപ്പം അവിടെ എന്തായിരിക്കും സാറേ അമ്മയടുത്ത് ഞാൻ നോട്ട് ഓക്കെ. നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമ്മുടെ മസിൽ എന്ന് പറയുന്ന മോട്ടോർ കോൺഫ്ലിക്റ്റ് ആണ്. അതിന്റെ മസിൽസ് സ്ട്രക്ചർ അല്ല, അതിൻ്റെ അകത്തൊരു മോട്ടോറിംഗ് ഉണ്ട്. എന്റെ കൺട്രോൾ ചെയ്യണ്ടേ, ഇപ്പം സ്ഫിങ്ക്റ്റർ കൺട്രോൾ ചെയ്യണ്ടേ. അപ്പൊ അവിടെ ഒരിക്കൽ അറിയാതെ മൂത്രം പോയാൽ ആ വ്യക്തി പിന്നെ ജീവിതത്തിൽ മുഴുവനും ആ കോൺഫിഡൻസ്, ഞാനോടത്ത് ഇനി പോകുന്നില്ല, ഒരു ബന്ധുവീട്ടിലും പോകുന്നില്ല, ഒരു പാർട്ടിക്കും പോകുന്നില്ല, ഒരു കല്യാണത്തിനും പോകുന്നില്ല, ഒരു ഫ്ലൈറ്റിലും കയറത്തില്ല, ഒരു ബസ്സിലും കയറത്തില്ല എന്ന് വിചാരിച്ച് സെൽഫ് ഡീവാലുവേഷൻ ആയിക്കോണം. അതാണ് കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നത്. ഇത് പറഞ്ഞ് നമുക്ക് ശരിയാക്കാവുന്നതാണ്. ഇത് ഇന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. ഒരു പ്രാവശ്യം ഇറക്ഷൻ ഫെയിൽ ആയാൽ മതി, പിന്നെ ജീവിതകാലം മുഴുവനും എന്നെ കൊണ്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ നിന്ദ അനുഭവിപ്പിക്കുന്നവരുമായിട്ടുള്ള ധാരാളം പേരുണ്ട്. അതുപോലെയാണ് ഇത് മസിലാണ്. അത് നമ്മുടെ പറഞ്ഞാൽ മതി, യെസ് യു ക്യാൻ ഡു എക്സസൈസ്. എന്താണ് നമ്മുടെ മനസ്സിനോട് പറയുക, എനിക്കൊരു കുഴപ്പമില്ല, ഇതെൻ്റെ ബാത്റൂമാണ്, ഇതെൻ്റെ യൂറിത്രയാണ്, എൻ്റെ ഓർഗനാണ്, ഇത് ഐ ക്യാൻ ഗോ എനി ടൈം. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ എന്താ കുഴപ്പം? ഞാൻ ഈ സോഫയിലൊന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ഇരുന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ, എനിക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ, മൂത്രം പോകുന്നില്ലല്ലോ. ദെൻ നെക്സ്റ്റ് ഡേ ഹി വിൽ ബി മോർ ആൻഡ് മോർ കോൺഫിഡൻറ്റ്. ഇതെല്ലാം സൈക്കിക്കാണ് ഡോക്ടറെ. ഇത് നമ്മൾ പ്രാക്ടീസിൽ, നമ്മുടെ തെറാപ്പിയിൽ നമ്മൾ പറയുന്നതാണ്. അതിനെന്താ മാർഗം എന്ന് വെച്ചാൽ അവിടെ ഒരു കുഴപ്പമില്ല, യൂറിത്രയ്ക്ക് ഒരു കുഴപ്പമില്ല,
ബ്ലാഡറിന് കുഴപ്പമില്ല, കുഴപ്പം മുഴുവൻ നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സിൽ കയറി വരുന്നത് ഭയമാണ്. ഓ എനിക്ക് വയസ്സായി, ഇനി മൂത്രമൊന്നും പിടിച്ചാൽ നിൽക്കത്തില്ല എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് മനസ്സിനോട് യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് പേഷ്യൻ്റ് വിൽ, ഓർ ദാറ്റ് പേഴ്സൺ, വി ഡോണ്ട് കോൾ പേഷ്യൻ്റ് ഈവൻ, പേഴ്സൺ വിൽ ബിക്കം മോർ ആൻഡ് മോർ കോൺഫിഡൻറ്റ് അബൌട്ട് ഹിസ് ഗോഡ് ഗിവൺ ഓർഗൻ. നമ്മൾ എന്തിനാ നമ്മുടെ ഒരു അവയവത്തെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുന്നത്? എന്തിനാ? എന്തു ആയിക്കോട്ടെ, സൗന്ദര്യം ആയിക്കോട്ടെ, സ്കിൻ ആയിക്കോട്ടെ, കളർ ആയിക്കോട്ടെ, എല്ലാം ദൈവം തന്നതല്ലേ. നമുക്കിനി അച്ഛനെയും അമ്മയെ മാറ്റാൻ പറ്റുമോ? സോ എൻജോയ് ബീയിങ് വാട്ട് യു ആർ. വയസ്സായതൊന്നും ഓർക്കണ്ട, 100 വയസ്സ് വരെ അങ്ങനെ ഇങ്ങോട്ട് നന്നായിട്ട് പോട്ടെ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഷെയർ ആയതെന്നാൽ 73, ഇനി 27 വർഷം ഉള്ളല്ലോ എന്നുള്ളതാണ് എൻ്റെ കംപ്ലൈൻറ്റ്. അതുകൊണ്ട് ആരും പ്രായമായി ഇനി എൻ്റെ ചിലരുടെ ഇങ്ങനെ പറയാറുണ്ട് ഇനിയുള്ളതെല്ലാം ബോണസാണ്, അങ്ങനെയൊന്നുമില്ലെന്ന്. നമുക്ക് ജന്മം അല്ല തന്ന സാറേ, ഇപ്പൊ ഞാനാണെങ്കിൽ മറ്റേ എന്റെ കൈയുടെ വിഷയത്തിന് ഞാൻ എന്റെ കോൺഫ്ലിക്റ്റ് മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തത്. അപ്പൊ അതുപോലെ ഇപ്പം നമ്മൾ ഈ യൂറിന്റെ വിഷയം ഞാൻ ഒറിജിനൽ കോൺഫ്ലിക്റ്റ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതെ എനിക്ക് അമ്മയ്ക്ക് അത് കഴിയാത്ത സാഹചര്യത്തിൽ അമ്മ ഇത് പറഞ്ഞാൽ മാത്രം കഴിഞ്ഞില്ലെങ്കിൽ ഇതാണ് നമ്മുടെ GSKയുടെ ഒരു പ്രശ്നമുള്ള വെച്ചാൽ നമ്മളൊരു മുമ്പിലിരിക്കുന്ന ഒരു ക്ലയന്റിനോട് ഒരു കാര്യം പറയുമ്പോൾ ആ ആള് മനസ്സിലാക്കിയാൽ മാത്രമേ അത് ഇഫക്റ്റീവ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ കൊച്ചു കുട്ടികളിലൊക്കെ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കാം. അതുപോലെ തന്നെ വയസ്സായ ആൾക്കോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത ഒരു ആൾക്കും ചെയ്യാൻ പറ്റുന്ന ചികിത്സയാണ് ഹോമിയോപ്പതി. അപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്ന കംപ്ലീറ്റ്ലി ഒരു ഡൾ പേഷ്യൻ്റ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഡൾ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒന്നും ഈ പറയുന്ന സൈക്കിയും മൈൻഡും ബ്രെയിനും ഒന്നും മനസ്സിലാകാത്ത മനുഷ്യരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞ ഒരു മിലിറ്ററി പേഴ്സണലിനെ കുറിച്ചാണ്. അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റോടുകൂടി പറയട്ടെ, പുള്ളിക്കാരന് ആകെ അറിയാവുന്ന ജോലി ഈ മൊബൈല് ഓഫീസിൽ ജോലി സ്ഥലം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇത് ചൊറിയാനും മാത്രമേ അറിയത്തുള്ളൂ. വേറെ ഒരു കാര്യം പുള്ളിക്ക് അറിയത്തില്ല. അത്രമാത്രം ഡള്ളാണ്. ആ ആളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമുക്കൊരു മെഡിസിൻ ഉണ്ട്, നമുക്ക് കൊടുക്കാൻ പറ്റുവാണെന്ന് ആലോചിക്കുക. ബരേറ്റ കാർവ് അല്ലെ ബരേറ്റ മ്യൂർ, അങ്ങനെയുള്ള മെഡിസിൻസ് കൊടുക്കാം. അത് ഹോമിയോപ്പതിക്ക് മാത്രമുള്ളതാണ്. ഹൗ വി ആർ ട്രീറ്റിംഗ് ആനിമൽസ്. രാവിലെ ഡോക്ടർ പറഞ്ഞ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അനിമൽസിനോട് ഇത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഡോക്ടറെ? ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട. നമുക്ക് അനിമൽസിന്റെ ബിഹേവിയറിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഹോമിയോപ്പതി ഈസ് ദെയർ. അവരോട് ഉപദേശിക്കാനും കൗൺസിലിങ്ങിനും തെറാപ്പിക്ക് ഒന്നും പോകണ്ട. യു ഗീവ് ഹോമിയോപ്പതി മെഡിസിൻ. ദാറ്റ് ഈസ് വെയർ ഹോമിയോപ്പതി ഈസ്. ഓക്കെ, മതി, അല്ലെങ്കിൽ പറഞ്ഞാൽ തീരത്തില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്. ഇത്രയും നേരം ശ്രമിച്ചതിന് എല്ലാവർക്കും പറയുന്നു. അനിത. Okay, sir. Thank you, sir. Thank you for a nice session. Thank you all. Good night.